أحب الله عن أدب وصدق ولا أرضى سوى التقوى خلاقي وشوقي قد مزجت به رجائي على خوف فمن خوفي مذاقي ومن عرف المحبة عن يقين حرام أن يميل إلى فراقي وكيف أحب غير الله يوما وليس سواه في الأكوان باقي شراب الحب يعرف بالمذاق وما كل السقاة له بساق شراب الحب يعرف جاءتكم موعظة من ربكم وشفاء لما في الصدور وهدى ورحمة للمؤمنين قل بفضل الله وبرحمته فبذلك فليفرحوا هو خير مما يجمعون. بارك الله لي ولكم في القرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. ألا بذكر الله تطمئن القلوب. അള്ളാഹുവിന്റെ സ്മരണയിലെ മനസ്സിന് സമാധാനം ഉണ്ടാവും. ദൈവസ്മരണ എന്നാണ് ഇവിടെ പറയാ. അലാ ബിദിക്രിൽ ഇലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലല്ല, അള്ളാഹുവിനെ ഓർക്കുമ്പോഴാ സമാധാനം. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുന്ന, അവന്റെ ജീവിതത്തിൽ ഓർക്കുന്ന നല്ലവരായ ആളുകളിൽ അള്ളാഹു നമ്മെ ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരാണ് വിജയികൾ, സുഅദാ. إنما يؤمن بآياتنا الذين إذا ذكروا بها خروا سجدا وسبحوا بحمد ربهم وهم لا يستكبرون. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുന്നവർ ഇദാ ദുഃഖിറൂ ബിഹാ, വിശുദ്ധ ഖുർആൻ ഓതി ഓർമ്മിപ്പിക്കപ്പെട്ടാൽ ഖറൂ സുജ്ജദ, അവർ സുജൂദിൽ വീഴുന്നവരാണ്. അല്ലാഹുവിനെ ഓർക്കുമ്പോൾ സുജൂദിൽ വീഴാൻ അവർക്ക് തോന്നും, അവർ നിസ്കരിക്കും. വസബ്ബഹൂ ബിഹംദി റബ്ബിഹിം, അവർ അല്ലാഹുവിന്റെ സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും പറയും, മനസ്സുകൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നാവുകൊണ്ടൊക്കെ. വഹും ലാ യസ്തക്ബിറൂൻ, അവരൊട്ടുമേ അഹങ്കരിക്കാത്തവരാണ് സത്യവിശ്വാസികൾ. പിന്നെന്തൊക്കെയാണ് അവരുടെ വിശേഷണം? തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അവരുടെ പാർശ്വഭാഗം വിരിപ്പിൽ നിന്ന് ഇങ്ങനെ ഉയരും. കിടന്നിട്ട് ഉറക്കം മുറുകുന്നില്ല. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ, മളജഅ എന്ന് പറഞ്ഞാൽ നമ്മെ കൊണ്ടുപോയി കിടത്തുന്ന സ്ഥലം എന്നാണ്. അദ്ജഅഹു, കൊണ്ടുപോയി കിടത്തി. നാം നമ്മെ കിടത്തുക അങ്ങനെ പറഞ്ഞൂടെ, നമ്മൾ കിടക്കുകയാണ്, പക്ഷെ നമ്മുടെ ശരീരത്തെ കൊണ്ടുപോയി നമ്മൾ കിടത്തുന്ന സ്ഥലം മളജഅ. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ, രാത്രി മുഴുവൻ ഉറങ്ങി തീർക്കാൻ അവർക്ക് സാധ്യമല്ല. രാത്രി മുഴുവൻ ഉറങ്ങാൻ അവരെ കൊണ്ട് കഴിയൂല. എഴുന്നേൽക്കും. ഖൗഫൻ വതമഅ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടും അല്ലാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടും എഴുന്നേൽക്കും. അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ്, ചരിത്രം കണ്ട പ്രഗൽഭനായ പണ്ഡിതനും സൂഫിവര്യനും ഹദീസ് പണ്ഡിതനും ആരിഫ് ബില്ലയുമായ അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ്, രാത്രി ഇങ്ങനെ ഒരൽപ്പനേരം ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോ ഗലബഹുൻ നൗം, ഉറക്കം കണ്ട് കണ്ണിലേക്ക് വന്ന് വീണതാണ്. അങ്ങനെ ഉറങ്ങിപ്പോയപ്പോ
കാണുന്നത് ഫഇദാ ബിഹൗറാ, ഹൂറുൽ ഈനുകളിൽപ്പെട്ട സ്വർഗവാസിനിയായ ഒരു പെണ്ണ്, ബഹുമാനപ്പെട്ടവരെ, റഖലത്നി ബിരിജ്ലിഹാ, കാലുകൊണ്ടൊരു തട്ട്. ഏയ് ഉറങ്ങാണോ? ഹബീബി, എന്റെ സ്നേഹഭാജനമേ, അതർഖുദു ഐനാക്, അബൂ സുലൈമാൻ ഉദ്ദാറാനി, നിങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ ഉറങ്ങുകയാണോ രാത്രി നേരം? വൽമലികു യഖ്ളാനുൻ യൻദുറു ഇലൽ മുതഹജ്ജിദീൻ, തഹജ്ജുദ് നിസ്കരിക്കുന്നവരെ നോക്കി കാണാൻ ഉദ്ദേശിക്കുന്നു അല്ലാഹു കാരുണ്യവാൻ. രാജാവായ അല്ലാഹു ആരൊക്കെയാണ് തഹജ്ജുദ് നിസ്കരിക്കുന്നത് അവരെ കാണാൻ കൊതിക്കുന്ന നേരത്ത് നിങ്ങൾ ഇങ്ങനെ ഉറങ്ങുകയാണോ? ഉറക്കത്തിൽ വന്ന് വിളിച്ചുണർത്തുകയാണ്. കാരുണ്യവാനായ അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് പറയാൻ സമയം കണ്ടെത്തേണ്ടതിന് പകരം ഉറങ്ങിക്കളയുന്ന കണ്ണിനു തന്നെയല്ലയോ നാശം? ഉറങ്ങാണോ അബൂ സുലൈമാൻ? കണ്ണുറങ്ങാൻ, അള്ളാഹുവിനോട് മുനാജാത്തിന് എഴുന്നേറ്റ് വുളു എടുത്ത് 2 റക്അത്തെങ്കിലും നിസ്കരിക്കേണ്ട നേരത്ത് ഉറങ്ങുകയാണോ? ഖും, എഴുന്നേൽക്കിൻ, ഫഖദ് ദനൽ ഫറാഗ് വലഖിയൽ മുഹിബ്ബൂന ബഅദുഹും ബഅദാ, സ്നേഹിക്കുന്നവർ അന്യോന്യം കണ്ടുമുട്ടുന്ന നേരമാണിത്. സ്നേഹിക്കുന്നവർ സത്യവിശ്വാസികൾ, സ്നേഹിക്കപ്പെടുന്നവൻ ഒരേ ഒരുത്തൻ അല്ലാഹു ജല്ല ജലാലു. സ്നേഹിക്കുന്നവരും സ്നേഹിക്കപ്പെടുന്നവനും കണ്ടുമുട്ടുന്ന നേരമല്ലയോ രാത്രി? കണ്ണുറങ്ങി തീർക്കുകയാണോ? എന്നിട്ട് നിസ്കരിക്കിൻ. ഫമാ ഹാദർ റുഖാദ്, എന്തൊരു ഉറക്കാണിത്! ഹബീബി വഖുറത ഐനി, എന്റെ സ്നേഹഭാജനമേ, എന്റെ കണ്ണിന്റെ കുളിർമയെ, അതർഖുദു ഐനാക്, നിങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ ഉറങ്ങുകയാണോ? വഅന ഉറബ്ബാ ലക ഫിൽ ഖുദൂരി മുൻദു 500 ആം, 500 വർഷമായി നിങ്ങൾക്ക് വേണ്ടി എന്നെ അല്ലാഹു വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു എന്നെ സജ്ജമാക്കി ഒരുക്കി നിർത്തിയിട്ട് 500 വർഷമായി. അങ്ങനത്തെ എന്നെ കിട്ടണമെങ്കിൽ, സ്വർഗലോകത്തേക്ക് വരണമെങ്കിൽ, അല്ലാഹുവിന്റെ മുനാജാത്ത് കിട്ടണമെങ്കിൽ ഉറങ്ങിയാ മതിയോ? എഴുന്നേൽക്കണ്ടേ? വിളി കേട്ടിട്ട് അങ്ങ് ചാടി എഴുന്നേറ്റു മഹാനായ അബൂ സുലൈമാൻ ഉദ്ദാറാനി റഹ്മഹുല്ലാഹ്. ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹി വഅഖാമുസ്സലാഹ وأنفقوا مما رزقناهم سرا وعلانية يرجون تجارة لن تبور ليوفيهم أجورهم ويزيدهم من فضله إنه غفور شكور. الله إن كتاب أودنور ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാഹ്, ശുദ്ധ ഖുർആൻ ഓതുന്നവര്, വഅഖാമുസ്സലാഹ്, നിസ്കാരം നിലനിർത്തുന്നവരും, അത് മാത്രമല്ല വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിർറൻ വഅലാനിയ, അല്ലാഹു തന്നതിൽ നിന്ന് സ്വകാര്യമായും പരസ്യമായും സ്വതക്ക കൊടുക്കുന്നവർ. പരസ്യം കൊടുക്കുന്നത് സകാത്താണ്, സ്വകാര്യമായി കൊടുക്കുന്നത് മറ്റു സ്വതക്കകളൊക്കെ. എന്തിന്? യർജൂന തിജാറതൻ ലൻ തബൂർ, ഒരിക്കലും നഷ്ടം പറ്റാത്ത ഒരു കച്ചവടം ഉദ്ദേശിച്ചിട്ടാണ് അവരാ ചെയ്യുന്നത്. ഒരിക്കലും നഷ്ടം പറ്റാത്ത കച്ചവടം, അല്ലാഹുമായുള്ള കച്ചവടം അങ്ങനെയാണ്, ഒരിക്കലും നഷ്ടം വരില്ല. ദുനിയാവിലെ കച്ചവടമൊക്കെ ചിലപ്പോൾ നഷ്ടം വന്നെന്ന് വരും, ബിസിനസ് പൊളിഞ്ഞെന്ന് വരും. അല്ലാഹുവിനോടുള്ള ബിസിനസ് പൊളിയൂല. യർജൂന തിജാറതൻ ലൻ തബൂർ, എങ്ങനെയാലും 9 ലാഭമാണ്. അള്ളാഹുവിനോടുള്ള തിജാറത്ത് അങ്ങനെയാണ്. 1 കൊടുത്താൽ 10 തിരിച്ചു തരാ അല്ലാഹു തആല. ഒരു നന്മക്ക് 10 കൂലി. നിയ്യത്ത് കൂടാണെങ്കിൽ അതിലേറെ, റമദാനാണെങ്കിൽ അതിലേറെ, വിശേഷപ്പെട്ട ദിനരാത്രങ്ങളും സ്ഥലങ്ങളുമാണെങ്കിൽ അതിലേറെ. തിജാറത്തൽ ഒരിക്കലും നഷ്ടം വരില്ല. നഷ്ടമില്ലാത്തൊരു കച്ചവടം അള്ളാഹുവിനോടുള്ള കച്ചവടമാണ്. അത് മാത്രമോ അല്ലാഹു അവർക്ക് വേണ്ട പ്രതിഫലം പൂർത്തിയാക്കി കൊടുക്കാൻ പോകുന്നുണ്ട് നാളെ മഹ്ശറായിൽ, പരലോകത്ത്. അവന്റെ ഔദാര്യം വാരിക്കോരി കൊടുക്കാൻ പോകുന്നു. ഇന്നഹു ഗഫൂറുൻ ശകൂർ,
അള്ളാഹു നന്നായി പുറത്തു തരുന്നവനും ഷക്കൂറുൻ നന്മക്ക് നന്നായി നന്ദി ചെയ്യുന്നവനുമാണ്. നമ്മൾ അള്ളാഹുവിനോട് നന്മ ചെയ്താൽ അള്ളാഹു ഒരുപാട് ശുക്ർ ചെയ്യുന്ന ഷക്കൂർ. അള്ളാഹിന്റെ സൃഷ്ടികളിൽ നന്ദി ചെയ്യുന്നവർ വളരെ കുറവാണ്. പക്ഷെ അള്ളാഹു ഒരുപാട് നന്ദി ചെയ്യും. ഇങ്ങനത്തെ ഒരു കച്ചവടം ഉദ്ദേശിച്ച് അള്ളാഹുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നവരാണ് സുഅദാ, വിജയിക്കുന്നവർ. സമാധാനവും രക്ഷയും വേണം അല്ലേ? സആദത്ത് വേണം ഈ ലോകത്ത്. അതിന് നമ്മൾ സന്തോഷം വേണം. എന്തിനാ വീട് വെക്കുന്നത്? നല്ല ചുറുക്കുള്ള വീട് വെക്കും, നല്ല ഉഷാറിലെ പെയിന്റ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഇപ്പത്? സന്തോഷം കിട്ടാൻ. ജോലി അന്വേഷിച്ച് പല പല ഇന്റർവ്യൂക്ക് എന്തെല്ലാം ഷൂട്ടും കോട്ടലിട്ട് നമ്മൾ പോകണം അല്ലേ? ഫയലും പിടിച്ച് നടക്കണ ഒരു വെയിലത്ത് വണ്ടി കിട്ടിയിട്ടും ടാക്സിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്തിനാണിപ്പത്? നല്ലൊരു ജോലി കിട്ടിയ സമാധാനം കിട്ടും. പെണ്ണ് കിട്ടാൻ വേണ്ടി നടന്ന് പറ്റിയൊരു പെണ്ണിനെ കിട്ടാതെ 4-5 കൊല്ലായിട്ട് നടക്കുന്ന പുതിയാപ്പിള ആവാൻ പോകുന്ന പ്രതിഷ്ഠിത പുതിയാപ്പിളമാർ. എന്തിപ്പോ ഇങ്ങനെ തരാൻ കാരണം? ഒന്നുമില്ല, യോജിച്ചൊരു പെണ്ണാവുമ്പോ ഒരു സന്തോഷമാണല്ലോ. ആ ഒരു സന്തോഷമായിട്ടില്ല. അപ്പൊ അതുവരെ കാത്തിരിക്കാൻ. എത്രയായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്? 5-8 കൊല്ലായി. സമയമായിട്ടില്ല എന്ന് വിചാരിക്കുന്നു പറഞ്ഞ് സമാധാനിക്കുകയാണ്. സആദത്ത് സന്തോഷത്തിന് ഇതൊക്കെ ചെയ്യുന്നത്. എന്തിനാ കച്ചവടമൊക്കെ ഊണ് ഉറക്കില്ലാതെ കച്ചവടം ബിസിനസ് ഒക്കെ എന്തിനാ ചെയ്യുന്നത്? എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അതുകൊണ്ട് സന്തോഷം കിട്ടുമെന്ന് മനുഷ്യന് തോന്നുകയാണ് നമുക്ക്. പക്ഷെ ഇതൊക്കെ അള്ളാഹുവിന് വേണ്ടി ചെയ്താൽ കൂലിയാണ്. ഇതിന്റെയൊക്കെ പകരം അള്ളാഹുമായി നമ്മളൊരു തിജാറത്ത് നടത്തിയാൽ ഇൻഷാ അള്ളാഹ് അതിലൂടെ മാത്രമേ സന്തോഷം ലഭിക്കൂ എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഇൻഷാ അള്ളാഹ് അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അതുകൊണ്ട് മാത്രമേ സന്തോഷം കിട്ടുള്ളൂ. നമ്മളും അള്ളാഹുമായുള്ള ബന്ധം, അതിലെ സമാധാനമുള്ളൂ. തതജാഫാ ജുനൂബുഹും, സന്തോഷം അന്വേഷിച്ച് നടന്നവർ ചെയ്തത് അതാണ്. ലോകത്തെ ഏറ്റവും വലിയ സന്തോഷം അനുഭവിച്ചത് ആരാ? അള്ളാഹുമായുള്ള അലാഖത്തിൽ, ആ ബന്ധത്തിലുള്ള സന്തോഷം അനുഭവിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാർ, പിന്നെ അവിടുത്തെ സ്വഹാബികൾ, പിന്നെ താബിഈങ്ങൾ, ഔലിയാക്കന്മാർ, ആരിഫീങ്ങൾ, ആലിമീങ്ങൾ, ഇവരൊക്കെ വലിയ സന്തോഷം അനുഭവിക്കുന്നവരാണ്. ഭയങ്കര സന്തോഷം. അള്ളാഹുമായുള്ള ബന്ധത്തിലെ സന്തോഷമുള്ളൂ. ഞാനതിന്റെ ആ ആശയത്തിലേക്കുള്ള ഒരു തുടക്കമായിട്ടാണ് സൂറത്തു സജദയിലെ ആയത്തുകൾ ഞാൻ ഓതുന്നത്. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ يدعون ربهم خوفا وطمعا ومما رزقناهم ينفقون. ആ സമാധാനം കിട്ടാൻ സത്യവിശ്വാസികൾ അന്വേഷിക്കുന്ന മാർഗം രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുകയാണ്. വിശ്വാസക്കാരത്തിനല്ലേ തഹജ്ജുദ് നിസ്കാരം, സുന്നത്തായിട്ട് കുറച്ചു നേരം നിസ്കരിക്കുക അള്ളാഹുവിന് വേണ്ടി. രാത്രി ഇപ്പോൾ കളിയെല്ലാം കാണുമ്പോൾ എത്ര ഉഷാറുള്ള ആൾക്കാർ ഇരിക്കുന്നത്. ഒരു ക്ഷീണമല്ല, ഒരു കുഴപ്പമില്ല, ഒരു ഉറക്കം വരുന്നില്ല. ഒരു ഗാനമേളോ പാട്ടോ സംഗീത കച്ചേരികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താണ് ആൾക്കാരുടെ ആവേശം, ആർപ്പ് വിളിയും സന്തോഷമൊക്കെ എന്താണ്. ഇതൊക്കെ നൈമിഷികമാണെന്നാണ്. ഈ മ്യൂസിക്കൊക്കെ കേട്ട് വന്നൊരു മനുഷ്യനോട് പറ്റി ചോദിക്കുക എങ്ങനെയുണ്ടെന്ന് പേര് വിടാം, എന്ത് തോന്നുന്നു, കുഴപ്പമില്ല. ഇവർക്ക് തോന്നാണ് സന്തോഷം കിട്ടണമെങ്കിൽ പാട്ട് വേണം, സന്തോഷം കിട്ടണമെങ്കിൽ നൃത്തം വേണം, സന്തോഷം വേണമെങ്കിൽ കള്ളുകുടിക്കണം, സന്തോഷം വേണമെങ്കിൽ വിചരിക്കണം. ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്കാർക്കും ശരിയായ സന്തോഷം ലഭിച്ചില്ലെന്ന് അവർക്കറിയാം. അവരുടെ മനസ്സ് പറയേണ്ടത് എനിക്ക് എവിടെയോ കുഴപ്പം പറ്റിയിട്ടുണ്ട്. കുറച്ചു നേരം ചിരിച്ചു എഴുന്നേറ്റ് പോരാണ്, പിന്നെ അവന് സങ്കടമാണ്. ഓരോ തിന്മയും മനുഷ്യനെ വരിഞ്ഞു മുറുക്കുകയാണെന്നാ. ഓരോ തിന്മയും വരിഞ്ഞു മുറുക്കുക മനുഷ്യനെ. അതുകൊണ്ട് ആ ലോകത്ത് എല്ലാവിധ സ്വാതന്ത്ര്യവുമുള്ള രാജ്യങ്ങളിൽ, അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ ഒരു വർഷം മിനിമം 25,000 people do suicide. ആത്മഹത്യ ചെയ്യുന്നുണ്ട്. മുതലാളിമാർ, നല്ല പൈസയുള്ള ആളുകൾ. ഇന്തിഹാർ UK സെയിം നമ്പർ, സ്പെയിനിലും ഇറ്റലിയിലും ജർമ്മനിയിലും വ്യവസായികളായ ആളുകൾ, പൈസക്കാർ ആത്മഹത്യ ചെയ്യുന്നത് മിനിമം 25,000 പേർ ഓരോ വർഷവും. കള്ളുടിക്കാൻ പറ്റാത്തതുകൊണ്ടാ, ഇഷ്ടം പോലെ കുടിക്കണില്ലേ. അവർക്ക് സുഖിക്കാൻ നാടുകളുടെ കവാടങ്ങൾ തുറന്നു വെച്ചിരിക്കുക. ഓൺ അറൈവൽ സ്റ്റാമ്പ്, വിസ എടുക്കാൻ വേണ്ടി ഇമിഗ്രേഷൻ കോഡിന്റെ ആവശ്യമില്ല. നീ ലാൻഡ് ചെയ്ത് പാസ്പോർട്ട് കൊടുത്തോ, യു ഗെറ്റ് എൻട്രി, പോകാം. ബീച്ചുകൾ മുഴുവനും കാണാൻ അവർക്ക് അവസരമുണ്ട്.
എല്ലാ തോന്നിവാസത്തിനും അവസരമുണ്ട്. ബോയ് ഫ്രണ്ട്സും ഗേൾ ഫ്രണ്ട്സും ഇഷ്ടം പോലെ ഉണ്ട്. വ്യഭിചാരം പ്രായപൂർത്തിയായതിനു മുമ്പ് തന്നെ തുടങ്ങിയതാ. ഇതൊക്കെ ഉണ്ടായിട്ടും മനസ്സമാധാനമില്ലാതെ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇത് പണ്ഡിതന്മാർ, ചിന്തകന്മാർ വിലയിരുത്ത എന്താണ് കാരണം, എന്താണ് ഇതിന്റെ കാരണം? ഡോക്ടർ മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ അരീഫി എന്ന് പറയുന്ന ഇന്ന് ജീവിച്ചിരിപ്പുള്ള ഒരു പണ്ഡിതനുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്ത് ലണ്ടനിലെ പ്രസിദ്ധമായ ഒരു ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയതാണ്. അവിടെ മിനിസ്റ്റേഴ്സും വലിയ വലിയ ഹൈ പേഴ്സണാലിറ്റി മാത്രം വരുന്ന VIP-കൾ മാത്രം വരുന്ന ഹോസ്പിറ്റൽ ലണ്ടൻ സിറ്റിയിൽ. ഇദ്ദേഹത്തെ പരിശോധിക്കുന്നത് പ്രഗത്ഭനായ ഡോക്ടറാണ്. അപ്പോ ഈ രോഗിയായി ചെന്ന ആൾ ഡോക്ടർ അബ്ദുറഹ്മാൻ അരീഫി ഷെയ്ഖിന്റെ അദ്ദേഹത്തിന്റെ സുഹൃത്താണ്. ദാഇയാണ്, പ്രബോധകനാണ്, പണ്ഡിതനാണ്. ചികിത്സിക്കുന്ന ഡോക്ടർമാരെ ചില കോൺവെർസേഷൻ നടക്കുമല്ലോ. നിങ്ങൾ മുസ്ലിമാണ്, നിങ്ങൾക്ക് ഈ രോഗം ഉണ്ടായിട്ടൊന്നും യാതൊരു പ്രശ്നം കാണുന്നില്ലല്ലോ, ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടല്ലോ നിങ്ങളുടെ മുഖത്ത്. എനിക്ക് അങ്ങനെയാണ് എപ്പോഴും, എനിക്ക് നല്ല ധൈര്യമാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കാം. കുറെ വർഷങ്ങളായിട്ട് എനിക്ക് ഉത്തരം കിട്ടാത്തൊരു പ്രശ്നമുണ്ട്. എനിക്കിഷ്ടം പോലെ പൈസ ഉണ്ട്, ഞാൻ ഏറ്റവും കൂടുതൽ വലിയ ശമ്പളം വാങ്ങുന്ന ഒരു ഡോക്ടറാണ്, വീടും സ്വത്തുക്കളും ഇഷ്ടം പോലെ, ഞാൻ കുടിച്ച് ടേസ്റ്റ് നോക്കാത്ത മുന്തിയ തരം കള്ളുകളില്ല, ഒരുപാട് വ്യഭിചരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും എനിക്ക് ചില നേരങ്ങളിൽ ജീവൻ ഒടുക്കിയാലോ എന്ന് തോന്നാറുണ്ട്. ഡോക്ടർ പറയണത് എനിക്ക് ആത്മഹത്യ ചെയ്താലോ എന്ന് തോന്നാറുണ്ട്. എന്താണ് ഇതിന് കാരണം? ഞാൻ പറഞ്ഞു അതിന് മറുപടി എൻ്റെ അടുത്തുണ്ട്. എന്തേ? നിങ്ങളുടെ കണ്ണിന് ആനന്ദം കൊടുക്കണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ എന്താ ചെയ്യാ? ഞാൻ പറഞ്ഞു ഞാൻ ചുരുക്കുള്ള പെണ്ണുങ്ങളെ നോക്കൂ, പിന്നെ പ്രകൃതി ഭംഗി ആസ്വദിക്കും. നിങ്ങളുടെ ചെവിക്ക് ആനന്ദം വേണമെന്ന് തോന്നുമ്പോഴോ ഞാൻ നല്ല മെലഡിയസ് സോങ്സ് ആൻഡ് മ്യൂസിക് ഇതൊക്കെ കേൾക്കും. നിങ്ങളുടെ മൂക്കിന് ആനന്ദം വേണമെന്ന് തോന്നിയാലോ ഞാൻ അത്ര സെന്റ് വാസനിക്കും, അല്ലെങ്കിൽ നല്ല പരിമളമുള്ള പൂന്തോപ്പുകളിൽ ചെന്നിരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ കണ്ണിന് നിങ്ങൾ കൊടുക്കുന്ന ആനന്ദം, കണ്ണിന് ആനന്ദം കിട്ടാൻ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു, അതിന് പകരം കണ്ണിന്റെ ആനന്ദത്തിന് പകരം ആ സെന്റ് മണത്താൽ എന്താ? അതങ്ങനെ, അത് മൂക്കിൻ്റെതല്ലേ, കണ്ണിൻ്റെതായില്ലല്ലോ. നിങ്ങളുടെ കണ്ണിന് ആസ്വാദനം വേണ്ടതിന് പകരം നിങ്ങൾ മ്യൂസിക് കേട്ടാൽ എന്താ? അത് ചെവിക്കല്ലായിട്ടും എന്റെ കണ്ണിനായില്ലല്ലോ. ശരി, ഇതാണ് വിഷയം. നിങ്ങൾക്ക് എവിടെയാണ് അസ്വസ്ഥത തോന്നുന്നത്? എന്റെ ഹൃദയത്തിലാണ്. അസ്വസ്ഥത എവിടെയാണ്? ഹൃദയത്തിലാണ്. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, കാഴ്ച നഷ്ടപ്പെടുന്നത് ഹൃദയത്തിനാണെന്ന് പരിശുദ്ധ ഖുർആൻ. കണ്ണിനല്ല. നല്ല കാഴ്ചയുള്ള മനുഷ്യന്മാരുടെ ഹൃദയം അന്ധമാണ്, കാണാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിന് ആസ്വാദനം കിട്ടേണ്ടത് ഹൃദയത്തിന് കൊടുത്തിട്ടില്ല. നിങ്ങൾ കൊടുത്തത് മറ്റെന്തൊക്കെയോ ആണ്. വിശുദ്ധ ഖുർആൻ ഞങ്ങളോട് പറയുന്നത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ സ്മരണയിലെ മനസ്സിന് സമാധാനമുണ്ടാവൂ. ഹൃദയത്തിന് കൊടുക്കേണ്ടത് അതാണ്. നിങ്ങൾ കണ്ണിന് പകരം ചെവിക്ക് കൊടുക്കേണ്ടത് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. ഹൃദയത്തിന് കൊടുക്കേണ്ടത് അല്ലാഹുവിനോടുള്ള സ്മരണയാണ്. അത് നിങ്ങൾ കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾക്ക് അനുഭവിക്കുന്ന പ്രശ്നമാണിത്. ഓരോന്നിനും വേണ്ടത് കൊടുക്കിൻ, പരീക്ഷിച്ചു നോക്കിൻ. അദ്ദേഹം പറഞ്ഞു, give me a book about Islam. എനിക്ക് പഠിക്കണം, ഇസ്ലാം എന്താണെന്ന് പഠിപ്പിക്കുന്ന പുസ്തകം തരണം. അദ്ദേഹം പറഞ്ഞു, pray for me, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ജീവിച്ചിരിപ്പുള്ള ലണ്ടനിലെ പ്രഗത്ഭമായ ഒരു ഹോസ്പിറ്റലിലെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ, ജീവിച്ചിരിപ്പുള്ളവരോട് പറഞ്ഞ അനുഭവം. അദ്ദേഹം പറഞ്ഞു, I may convert to Islam. എനിക്ക് പുസ്തകം തരും, ഞാൻ പഠിക്കട്ടെ. എനിക്ക് ഇസ്ലാമിലേക്ക് വരണമെന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതാണ് വിഷയം. ഉലമാ പറയാൻ, നമ്മൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ നമ്മുടെ ചെരുപ്പിന്റെ വാറച്ചു, ഹവായി ചെരുപ്പൊക്കെ ഉപയോഗിക്കുന്ന ആ കാലൊക്കെ പോയില്ലേ, ഇപ്പൊ നല്ല മുന്തി ചെരുപ്പൊക്കെ ആയതുകൊണ്ട് ആ ചെരുപ്പിന്റെ വാറച്ചു പോയാൽ
ഒരു ചെരുപ്പിന്റെ വാററ്റെന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണം പറയാം. കീശയിൽ പെന്നുണ്ട്, ചെരുപ്പ് പോയാൽ പെന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു പെണ്ണ് കാലിന്റെ താഴെ വെച്ച് നടക്കാൻ പറ്റുമോ? കാലിന് കിട്ടേണ്ടതിന് എഴുതാൻ ഉപയോഗിക്കുന്ന കൊടുത്തിട്ട് കാര്യമുണ്ടോ? നേരെ ഓപ്പോസിറ്റും. പെണ്ണ് വർക്ക് ചെയ്യില്ല, ചെരുപ്പുണ്ടല്ലോ, ചെരുപ്പെടുത്ത് എഴുതാലോ, എഴുതാൻ പറ്റില്ല. ഹൃദയത്തിന് കൊടുക്കേണ്ടത് അല്ലാഹുവുമായുള്ള ബന്ധമാണ്. എന്തേന്നറിയോ? വയസ്അലൂനക അനിർ റൂഹി ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീലാ. ആത്മാവ് എന്താണെന്ന് നിങ്ങളോട് ചോദിക്കുന്നുണ്ടവർ. ആത്മാവ് എന്താണ്? മനുഷ്യനെന്ന് പറയുന്നത് we have two dimensions, physical and metaphysical, or material and spiritual. നമുക്ക് രണ്ട് ഭാഗമുണ്ട്, ഭൗതികവും അഭൗതികവുമായത്. നിങ്ങളോട് സംസാരിക്കുന്ന ഞാൻ മരിച്ചുപോയാൽ എന്റെ കണ്ണും കാതും കയ്യും കാലൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ സംതിങ് ഈസ് മിസ്സിംഗ്. അപ്പോഴാണ് നിങ്ങൾ മയ്യിത്ത് എന്ന് പറയാ. എന്റെ റൂഹ് അവിടെ ഇല്ലാതിരിക്കുമ്പോ ഞാൻ എന്ന് പറഞ്ഞ എന്റെ റൂഹും എന്റെ ശരീരവുമാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെയാണ്. എന്റെ ശരീരം is my physical existence, physical dimension. എന്റെ ആത്മാവ് എന്റെ മെറ്റാഫിസിക്കൽ ഡൈമെൻഷൻ. നമ്മൾ പറയുന്നത് പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ ശരീരത്തിന് ആവശ്യമുള്ളത് കൊടുത്തു. രാവിലത്തെ സുബ്ഹി കൂടെ നിസ്കരിക്കുമ്പോഴാ റൂഹിന്റെ ഭക്ഷണം കൊടുത്തിട്ടുള്ളൂ. ഉച്ചഭക്ഷണം കഴിക്കുന്നുണ്ട്, നമ്മുടെ ശരീരത്തിന്റെ ഭക്ഷണമാണ്. ആത്മാവിന്റെ ഭക്ഷണം കൊടുത്തിട്ടില്ല, ളുഹർ നിസ്കരിച്ചിട്ടില്ല, അങ്ങനെ സമാധാനം കിട്ടൂല. വൈകുന്നേരത്തെ ചായ കുടിക്കുന്നുണ്ട്, ശരീരത്തെ സാറ്റിസ്ഫൈ ചെയ്യുന്നു, പക്ഷെ നമ്മുടെ ആത്മാവ് ദാഹിച്ചു നിൽക്കാൻ സംസ്കരിച്ചിട്ടില്ല. ഡിന്നർ അങ്ങനെ, മഗ്രിബും ഇശാഉം തൊട്ടടുത്ത് വരുന്ന നിസ്കാരങ്ങളാണ്. റൂഹിന് കൊടുക്കേണ്ട ഭക്ഷണം കൊടുത്തേ പറ്റൂ. റൂഹിന്റെ ഭക്ഷണം അല്ലാഹുവിനോടുള്ള ബന്ധമാണ്. എന്തേ? നമ്മൾ ഈ ലോകത്തേക്ക് ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ, ഉപ്പയുടെ ഉദരത്തിൽ നിന്ന് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് ട്രാൻസിഷൻ നടക്കുന്ന സമയത്തിന്റെ മുമ്പ് ആത്മാക്കളായി, റൂഹുകളായി, അർവാഹുകളായി അല്ലാഹുവിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടിയവരാണ്. നമ്മുടെ ശരീരമില്ലെങ്കിലും ആത്മാവിന് നിലനിൽപ്പുണ്ട്. മരിച്ചുപോയ മനുഷ്യന്റെ ശരീരം ഖബറിലേക്ക് വെച്ചാൽ പോലും അവിടെ ആത്മാവിന്റെ സാന്നിധ്യമുണ്ട്, റൂഹിന്റെ സാന്നിധ്യമുണ്ട്. ആ റൂഹ് മിൻ അംരി റബ്ബി, എന്റെ റബ്ബിന്റെ പ്രത്യേകമായ ഒരു സൃഷ്ടിയാണ്. എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഈസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, റൂഹുല്ലാഹ്, അല്ലാഹുവിന്റെ റൂഹാണ്. അല്ലാഹു തരുന്ന റൂഹ് തന്നെയാണ് എല്ലാവരുടേതും, പക്ഷെ ഒരു പ്രത്യേകമായ ഒരു റൂഹ് ഈസാ നബി അലൈഹിസ്സലാമിന്. അല്ലാഹുവിന്റെ സൃഷ്ടികളാണ് എല്ലാം. റൂഹ് പ്രത്യേകമായ ഒരു സൃഷ്ടിയാണ്. അത് റബ്ബുമായി കണക്ട് ചെയ്യേണ്ട സംഭവമാണ്. ഇതിനെ റബ്ബുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ സമാധാനം കിട്ടൂല, സമാധാനം കിട്ടൂല. എനിക്ക് ഇന്ന് ഒരു മഗ്രിബിന്റെ മുമ്പ് ഒരു സുഹൃത്ത് വിളിച്ചു, മലേഷ്യയിൽ നിന്ന്. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ കുറെ കാലമായിട്ട് അങ്ങനെ ജീവിച്ചു. കുറെ കാലം അവിടെ ഇവിടെയും ലണ്ടനിൽ പോയി കുറെ കാലം മുങ്ങി, പിന്നെ അവിടെ ഇപ്പൊ ജപ്പാനിലേക്ക് മുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അവിടെ ഒന്നുമില്ലാണ്ട് മുങ്ങി ജീവിക്കേണ്ട ഒരു സാധനം. ഇമിഗ്രേഷനും പോയി പറഞ്ഞു കൊടുക്കണ്ടേ, ആളിപ്പോ അവിടെ 7 കൊല്ലമായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, ആൾക്ക് ഇപ്പൊ നന്നാവണം തോന്നിയിട്ടുണ്ട്. കുറെ ദുൽമൊക്കെ ചെയ്തു, അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. ചെറുപ്പക്കാരൻ അങ്ങനെയല്ല, എല്ലാ ദുൽമും കഴിഞ്ഞിട്ട് പിന്നെ ആലോചിക്കുക, ഇനിയിപ്പോ നന്നാവാൻ വല്ല വഴിയുണ്ടോ? നന്നാവാൻ വഴിയുണ്ട്. നന്നാവണമെന്ന് തോന്നിയിട്ടുണ്ട് ഒരു ചെറുപ്പക്കാരനാണ്. ഞാൻ എന്താ ചെയ്യാ? കുറെ ബാങ്കുകാരെ പറ്റിച്ചിട്ടുണ്ട്, ക്രെഡിറ്റ് കാർഡ് എടുത്ത് മുങ്ങിയിട്ടുണ്ട്, കുറെ ആൾക്കാരുടെ പൈസ വാങ്ങിയാണ് മുങ്ങിയിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. എന്താ ചെയ്യുക? എങ്ങനെ നന്നാവാൻ വഴിയുണ്ടോ? എനിക്ക് ഹജ്ജ് ചെയ്യണം, നന്നാവണം, എനിക്കൊരു നല്ല മുസ്ലിം ആവണം, നന്നാവണം എന്ന് തോന്നുന്നുണ്ട്. എല്ലാ തിന്മയും ചെയ്തിട്ട് അള്ളാഹു മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കാൻ, ഈ തിന്മ കൊണ്ടൊന്നും നിനക്ക് നീ അന്വേഷിക്കുന്ന സന്തോഷം നിനക്ക് കിട്ടിയിട്ടില്ല, നീ അന്വേഷിക്കുന്ന സമാധാനം നിനക്ക് ലഭിച്ചിട്ടുമില്ല. അപ്പൊ എവിടെയായിരുന്നു സമാധാനം? എവിടെയാണത്? അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങൾക്ക് അള്ളാഹു തആല പഠിപ്പിച്ചു കൊടുക്കുന്നത്, ഫലാ തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. സത്യവിശ്വാസികൾ ചെയ്യുന്ന നന്മകൾക്ക് പകരം അള്ളാഹു കൺകുളിർമ നൽകാൻ പോകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ചൊല്ലിയതിന്
നമ്മൾ നിസ്കരിക്കുന്നതിന്, നമ്മൾ നന്മ ചെയ്യുന്ന ഈ സമയം വേറെ ഒരു അനാവശ്യത്തിനും പോകാതെ ഈ മജ്ലിസിലേക്ക് വന്നിരുന്നത് അള്ളാഹു സ്വീകരിക്കട്ടെ, നമ്മൾ ഇന്ന് കബൂൽ ചെയ്യട്ടെ. ഇതിനൊക്കെ പകരം അള്ളാഹ് എന്ത് തരുന്ന ഖുർറത്തു അയ്യുൻ, കണ്ണിന്റെ കുളിർമ തരും. ഈ നേരം നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാം, എവിടെയെല്ലാം പോകാം, എന്തെല്ലാം ചെയ്യാമായിരുന്നു. പക്ഷെ നമ്മൾ അള്ളാഹുവിന്റെ ഒരു വിഷയത്തിലേക്ക് ഒത്തുചേർന്നവരാ. ഇതിന് പകരം അള്ളാഹു ഒരു കൺകുളിർമ തരും, അത് നഷ്ടപ്പെടൂല. ഈ ഒരു ഇരുത്തത്തെ കുറിച്ച് നാളെ നിങ്ങൾ സങ്കടപ്പെടൂല, അതാണ് വിഷയം. ഇവിടെ ഒരു വാദ്യമേള നടക്കുകയാണ്, നിങ്ങൾ അതിലേക്ക് വന്നിരുന്നു, കുറച്ചു നേരം ചിരിച്ചു സന്തോഷിച്ചു പോയി. നാളെ നിങ്ങൾ സങ്കടപ്പെടും, ഖേദിക്കും. നാളെ ഇത് സങ്കടമായി നിങ്ങളെ വേട്ടയാടിക്കൊണ്ടിരിക്കും. അള്ളാഹുവിന്റെ സ്മരണ നിങ്ങൾക്ക് ഖുർറത്ത് അയ്യുൻ, കണ്ണിന്റെ കുളിർമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഫൗസ ഇൻദൽ ഖളാ, പടച്ചവനെ നീ വിധി പറയുന്ന നാളിൽ എനിക്ക് വിജയം തരണേ അല്ലാഹ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ഫൗസ ഇൻദൽ ഖളാ വനുസുലശ് ശുഹദാ വഐശസ് സുഅദാ, നിന്റെ രക്തസാക്ഷികൾക്ക് നീ കൊടുക്കുന്ന പ്രതിഫലം, അവരിറങ്ങുന്ന വീടുകൾ, അതുപോലത്തത് എനിക്കും തരണേ അല്ലാഹ്. ശുഹദാഇന്റെ പ്രതിഫലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകാനുണ്ടായ കാരണങ്ങളിൽ ഒന്ന് തങ്ങൾക്ക് ബാധിച്ച പനിയാണ്. അതോടൊപ്പം അന്നൊരിക്കെ ജൂതന്മാരായ ചില ആളുകൾ നബി തങ്ങൾക്ക് ആട് മാംസത്തിന്റെ ഇടയിൽ വിഷം തീർത്ത് കൊടുത്തിട്ടുണ്ട് ഖൈബറിൽ. തങ്ങൾ വഫാത്താകുന്ന നേരത്ത് പറഞ്ഞു, ആ വിഷത്തിന്റെ അതിന്റെ ചില അംശങ്ങൾ ഞാൻ ഇപ്പോഴിങ്ങനെ അനുഭവിക്കുന്നുണ്ട്. തങ്ങൾക്ക് അല്ലാഹു തആല ഷഹാദത്ത് കൊടുത്തതിന്റെ അടയാളമാണതെന്ന് ഉലമാ പറയും. തങ്ങൾ ഷഹീദാണ്. എങ്ങനെ? വൽ മബ്തൂനു ഷഹീദ്, ശരീരത്തിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അപകടം, ഒരു കേട് സംഭവിച്ചിട്ട് മരിക്കുന്നത് ഷഹാദത്തിന്റെ കൂലി കിട്ടുന്ന ആ കൂലി കൂടെ നബി തങ്ങൾക്ക്, അല്ലാഹുവിന്റെ ഹബീബിന് ഏറ്റവും വലിയ കൂലി കിട്ടേണ്ടത് ദഅവത്തിന്റെ കൂലി, റിസാലത്തിന്റെ കൂലി, ഉമ്മത്തിന് ഈ ദീൻ എത്തിച്ചു കൊടുത്തതിന്റെ പ്രതിഫലം, അതിന്റെ ഒക്കെ പുറമെ ഷഹാദത്തിന്റെ കൂലിയും. അതിനായിരുന്നു അന്നൊരിക്കെ ഖൈബറിൽ വെച്ച് ജൂതന്മാർ ഹബീബിന് അങ്ങനെ വിഷം ചേർത്ത ഭക്ഷണം കൊടുത്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ദുആയിരക്കുമായിരുന്നു, اللهم إني أسألك الفوز عند القضاء ونزل الشهداء وعيش السعداء ومرافقة الأنبياء والنصر على الأعداء. اللهم إني أسألك الفوز عند القضاء, നീ വിധി പറയുന്ന നാളിൽ എനിക്ക് വിജയം തരണേ അല്ലാഹ്. വനുസുല ശുഹദാ, ശുഹദാഇന് നീ കൊടുക്കുന്ന സ്ഥാനങ്ങൾ തരണമേ. വഐശ സുഅദാ, സന്തോഷിക്കുന്നവരുടെ ജീവിതം തരണേ, സന്തോഷമുള്ള ജീവിതം തരണേ. നമ്മളൊക്കെ വന്നത് ഈ ഗൾഫിലേക്ക് വന്നത് ഇപ്പൊ അതിനല്ലേ, ഇവിടുത്തെ ജോലി ചെയ്താൽ ഇവിടുത്തെ ശമ്പളം കിട്ടിയാൽ നാട്ടിലേറെ സന്തോഷം ഉണ്ടാവും. അതല്ല ഇപ്പൊ നമ്മൾ ഇരിക്കണതൊക്കെ. ഐശ സുഅദാ, അത് നമുക്ക് ഇബാദത്താക്കി മാറ്റിയെടുക്കാൻ പറ്റണം. അവിടെ നമ്മുടെ വിജയം. ഇങ്ങനെ എല്ലാവരും ചെയ്യുന്നുണ്ട്. പ്രവാസികളായിട്ട് കുറെ മുസ്ലിമീങ്ങളും അള്ളാഹ് പറഞ്ഞ ഏക്കാതെ ജീവിക്കുന്നവരുണ്ട്. നമ്മൾ പ്രവാസ ജീവിതത്തിൽ അള്ളാഹുവിന്റെ പൊരുത്തം വാങ്ങണം. ഐശ സുഅദാ, സന്തോഷമുള്ള ജീവിതം തരണേ അല്ലാഹ്. വമുറാഫഖതൽ അംബിയാ, നിന്റെ അംബിയാഇന്റെ കൂടെ നിൽക്കാൻ ഭാഗ്യം തരണേ. വന്നസുറ അലൽ അഅദാ, ശത്രുക്കൾക്കെതിരായി നീ ഞങ്ങൾക്ക് സഹായം തരണേ പടച്ചവനെ. ഇത് ദുആ ചെയ്യുമായിരുന്നു അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ അടിവരയിടുന്ന ഭാഗം ഐശ സുഅദാ, മനസ്സമാധാനമുള്ള ജീവിതം തരണേ അല്ലാഹ്. ആ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനസ്സമാധാനം ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അല്ലാഹുമായുള്ള നമ്മുടെ ബന്ധത്തിലാണ്. സ്വഹാബത്തിന് കിട്ടിയത് അങ്ങനെയാ. അല്ലാഹുവിന് കുറച്ച് സമയം കൊടുക്കുക, റബ്ബിന് നമ്മുടെ സമയം കൊടുക്കുക. തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഅ, ഒരു മനുഷ്യൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന, ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന്റെ ആശ്വാസത്തിന്റെ സമയം ഉറക്കിന്റെ നേരമാണ്. ഉറക്കുന്ന എഴുന്നേൽക്കാൻ ഏത് നിസ്കാരം കുഴപ്പമില്ല, സുബഹിയാണ് കുറച്ച് പ്രയാസം. എന്തേ? നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട ശരീരത്തിന് ഇഷ്ടമതാണ്, അങ്ങനാണ്. അത് ഞാൻ അല്ലാഹുക്ക് കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് തഹജ്ജുദിന്റെ കൂലി വർദ്ധിക്കാൻ കാരണം. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, രാത്രി നിസ്കരിക്കുന്നൊക്കെ തഹജ്ജുദായിട്ട് കൂട്ടുമെന്ന് പറഞ്ഞ അവിടെ പറയും കൂട്ടും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ തഹജ്ജുദിന്റെ കൂലി ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴാണ്.
അള്ളാഹുവിന് വേണ്ടി എന്റെ ഉറക്കം ഞാൻ കളയാണ്, എന്റെ റബ്ബിന് വേണ്ടി കളയാണ്. അതിന് അല്ലാഹു വലിയ കൂലി കൊടുക്കും. അത് ഉറങ്ങാതെ പകൽ മുഴുവൻ ഉറങ്ങി രാത്രി തീരെ ഉറക്കില്ല, കൂലി കിട്ടും, കുഴപ്പമൊന്നുമില്ല. നിസ്കാരത്തിന് തഹജ്ജുദിന്റെ പ്രതിഫലം ഉണ്ടെന്ന, പക്ഷെ ഇത്രക്ക് ഉണ്ടാവില്ല. എത്ര ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന അത്രക്ക് കിട്ടൂല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, അല്ലാഹുവിന്റെ റസൂൽ ജീവിച്ചിരിക്കുമ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു സ്വഹാബി സ്വപ്നം കണ്ടാൽ അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു കൊടുക്കും, നബിയെ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, എന്റെ വ്യാഖ്യാനം പറഞ്ഞു തരിൻ. ഇമാം ബുഖാരിയും മുസ്ലിം തങ്ങളും സ്വഹീഹൈനിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കൊതിച്ചുപോയി, റബ്ബേ ഒരു സ്വപ്നം ഞാൻ കാണില്ലല്ലോ, ഒരു സ്വപ്നം കണ്ടാലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ, എനിക്കൊരു സ്വപ്നം ഉണ്ടായിട്ട് നബിയോടൊന്ന് വ്യാഖ്യാനം ചോദിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹം, സ്വപ്നം കാണണ്ടേ. ചിലര് സ്വപ്നം കണ്ട് ഉറക്കില്ലാതെ നടക്കുന്നുണ്ട് അല്ലെ, നേരം വെളുക്കോളം സ്വപ്നം, ഉറങ്ങാൻ നേരം കിട്ടിയില്ല. ചിലർക്ക് തീരെ കാലങ്ങളായിട്ട് സ്വപ്നം തന്നെ കണ്ടിട്ടില്ല. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവും. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചെറുപ്പക്കാരനാണ്. അവർ പറയുമായിരുന്നു, ഞാനെന്ന് ഉറങ്ങാറുള്ളത് മദീനത്തെ പള്ളിയിലാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലാണ്. എന്റെ പെങ്ങളുണ്ട് അവിടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹ. മദീനത്തെ പള്ളിയിലാണ് ഞാൻ കിടക്കുക. ഒരു ദിവസം ഞാൻ അല്ലാഹുവിനോട് ദുആയിരുന്നു, അല്ലാഹുവേ എന്നിൽ എന്തെങ്കിലും ഖൈറുണ്ട് എന്ന് നിനക്കറിയുമെങ്കിൽ ഇന്നൊരു സ്വപ്നം കാണിച്ചതാ റബ്ബേ. നമ്മളൊന്നത് പറയാൻ നിൽക്കണ്ടേ, സ്വപ്നം കണ്ടില്ലെങ്കിൽ നിരാശയായി പോകും. അല്ലാഹുവിന്റെ റഹ്മത്തിൽ പ്രതീക്ഷ വേണമെന്ന സ്വഹാബത്തൊക്കെ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അല്ലാഹുവേ എന്നിൽ എന്തെങ്കിലും ഖൈർ, ഇൻ കുൻത തഅലമു ഫീ ഖൈറൻ ഫഅരിനി അൽ-ലൈലത അർ-റുഅയ, എന്തെങ്കിലും ഒരു ഖൈർ എന്നിൽ ഉണ്ട് എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഒരു സ്വപ്നം കാണിച്ചെന്നെ പഠിച്ചോനെ. ഒന്നുമല്ല, എല്ലാവരും ഇങ്ങനെ ചിലർക്കുണ്ടാവും, എല്ലാവരും സംശയം, പഠിച്ചോനെ എനിക്ക് ഉസ്താദിനോട് ചോദിക്കുക, സംശയം വരെ ഉണ്ടായിട്ടില്ലല്ലോ. സ്വപ്ന വ്യാഖ്യാനം പറയുന്നവരങ്ങനെ, റബ്ബേ കുറെ സ്വപ്നം, ഞാനിതുവരെ സ്വപ്നം കണ്ടില്ലല്ലോ, ഒന്ന് ചോദിച്ചു നോക്കാൻ. അങ്ങനെ കൊതി തോന്നിയതാണ്, ഒരു സ്വപ്നം ചോദിക്കാൻ ആഗ്രഹം. അന്ന് സ്വപ്നം കണ്ടു. സ്വഹീഹ് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. എന്താ സ്വപ്നം എന്നറിയോ? അതാനി മലക്കാൻ, രണ്ട് മലക്കുകൾ എന്നെ പിടിച്ചു കൊണ്ടുപോയി മഹ്ശറായിലൂടെ കൊണ്ടുപോവുക, ആഖിറമാ കണ്ടത്. അങ്ങനെ കൊണ്ടുപോയി, എന്നെ കൈപിടിച്ചു കൊണ്ടുപോയി. ഫദഹബാ ബി ഇലന്നാരി, നരകത്തിന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോയി. ഫഇദാ ഹിയ മത്വിയത്തുൻ ഖതുയിൽ ബിർ, കിണറിന് മറകെട്ടി പിടിച്ചതുപോലെ വെച്ചതുപോലെ നരകത്തിന് മറവെച്ചിട്ടുണ്ട്. വലഹാ ഖർനാൻ, രണ്ട് വലിയ കൊമ്പുകളും ഞാൻ അവിടെ കണ്ടു. ഞാൻ അതിലേക്ക് നോക്കിയപ്പോൾ ഫറഅയ്തു ഉനാസൻ ഖദ അറഫ്തുഹും, എനിക്ക് പരിചയമുള്ള കുറെ എന്റെ കൂടെ ജീവിച്ച മക്കക്കാർ, മുശ്രിക്കീങ്ങളും കുറ്റവാളികളും ഒക്കെ അവിടെ ഞാൻ കണ്ടു. ഞാൻ ഉടനെ പറഞ്ഞു, അഊദു ബില്ലാഹി മിനന്നാർ, പടച്ചവനെ നരകത്തിൽ നിന്ന് കാക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. നരകനെ കാണിച്ചു തന്നു. ഞാൻ ഉടനെ പറഞ്ഞു, പടച്ചവനെ കാക്കണേ. ഫലഖിയന മലക്കുൻ, വേറെ ഞങ്ങൾ രണ്ട് മലക്കുകളുടെ കൂടെ ഞാൻ പോകുന്നത്. വേറൊരു മൂന്നാമതൊരു മലക്ക് വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, യാ അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ ദാസനെ, പേരും അബ്ദുള്ളയാണ്, ലം തുറ, നിങ്ങൾ പേടിക്കണ്ടെന്ന് പറഞ്ഞു. കണ്ടിട്ട് പേടിച്ചുപോയോ? പേടിക്കൊന്നും വേണ്ട. പെട്ടെന്ന് ഞെട്ടി ഉണർന്നു. യാ അല്ലാഹ്, എന്താ ഞാൻ കണ്ടത്? നേരം വെളുത്തപ്പോ ഹഫ്സ ബീവിയോട്, പെങ്ങളോട് പറഞ്ഞു, അല്ല ഹഫ്സ ബീവി, എനിക്ക് ഇന്നലെ ഇങ്ങനെ സ്വപ്നം ഉണ്ടായി. അല്ലാഹു റസൂൽ ചോദിച്ചു നോക്കി, എന്താ വ്യാഖ്യാനം? നേർക്ക് നേരെ ചോദിച്ചില്ല, ഹഫ്സ ബീവി വഴിയാ ചോദിക്കുന്നത്. പെങ്ങളോട് പറഞ്ഞു, അങ്ങനെ ചോദിച്ചു നോക്കണം അല്ലാഹു റസൂലിനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ഈ സ്വപ്നം ഇങ്ങനെ കേട്ടു, ശരിക്കും ഇങ്ങനെ ശ്രദ്ധിച്ചിരുന്ന് കേട്ടിട്ട് പറഞ്ഞു, നിഅമർ റജുലു അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്തൊരു നല്ല പളുങ്ക് മനുഷ്യനാണ്. നിഅമർ റജുൽ, വളരെ നല്ല മനുഷ്യനാണ്. ലൗകാന യുസല്ലി ബില്ലൈൽ, ആ രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരം കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ല ആളാണ്. ഇപ്പൊ നല്ല ആളാണ്, ഇനി വളരെ നല്ല ആളാകും എപ്പോ? രാത്രി ഒരു തഹജ്ജുദും കൂടെ തുടങ്ങിയാൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങളുടെ അധ്യാപനത്തിന്റെ രീതി കൂടെ കൂട്ടത്തെ മനസ്സിലാക്കണേ. ചിലരോട് നിസ്കരിക്കണം കേട്ടോ, അങ്ങനെയല്ല പറയണ്ടേ. ദേഷ്യപ്പെട്ടിട്ട് നന്മ ചെയ്യാൻ പറയുന്നത്, ഒരു കാപ്റ്റിവേഷൻ, ഒരു തരം ഇൻസ്പിറേഷൻ കൊടുക്കണം. അതും കൂടെ ആണെങ്കിൽ നല്ല ഭംഗിയാവും കേട്ടോ. അങ്ങനെ പറയേണ്ടത്.
പെട്ടെന്ന് നമുക്ക് ചില നന്മകളൊക്കെ ചില ആളുകളോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി തോന്നുമ്പോഴേ കൽപ്പനാസ്വരം ഉപയോഗിക്കരുതെന്നാണ്. അതാർക്കും ഇഷ്ടപ്പെടൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പറഞ്ഞൂടെ, നിസ്കരിക്കാൻ അബ്ദുള്ള, നിങ്ങൾ ഈ സ്വപ്നം കണ്ട് അടക്കേണ്ടല്ലേ, നിസ്കരിച്ചു അങ്ങനെയൊക്കെ ചോദിക്കുന്ന നബി ഞങ്ങൾക്ക്. പക്ഷേ നിഅമർ റജുലു അബ്ദുല്ലാഹി, അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്തൊരു നല്ല മനുഷ്യനാണ്. ലൗ കാന യുസല്ലി ബില്ലൈൽ, ആ രാത്രിയിലെ നിസ്കാരം കൊടുക്കുന്നുണ്ടെങ്കിൽ വളരെ ക്ലീനാണ്, വളരെ ഉഷാറാണ്. ഇത് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു കൊടുത്തതിന്റെ ശേഷം അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു ജീവിതത്തിൽ പിന്നെ രാത്രി നിസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അവരുടെ മൗലയുണ്ട്, അവരുടെ ഖാദിമായ നാഫി റളിയല്ലാഹു തആല അൻഹു താബിഈയാണ്. നാഫി തങ്ങൾ പറയുമായിരുന്നു, നാഫി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന് ഒരുപാട് പ്രായമായപ്പോൾ, ഒരുപാട് പ്രായമായി, കുഫ ബസറു, കണ്ണിന്റെ കാഴ്ച പോലും നഷ്ടപ്പെടുമാർ ഒരുപാട് പ്രായമെത്തിയപ്പോ, ശരീരം വളരെ ദുർബലമായപ്പോ രാത്രി ഇങ്ങനെ നിസ്കരിക്കാൻ നിൽക്കും. രാത്രി നിസ്കരിക്കാൻ എണീക്കും, അരികത്തൊരു പാത്രം വെക്കും. നീ നിൽക്കണം, ആലോചിച്ച് നോക്കണം, ഒരു 90 വയസ്സ് കഴിഞ്ഞൊരവസ്ഥയിലുള്ള ഒരു മനുഷ്യന്റെ ചിത്രം. ഇത്രയും പ്രായത്തിലാണ്. ഇങ്ങനെ ആരോഗ്യമുള്ള സമയത്ത് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ എപ്പോഴാ പറ്റുക? ഇപ്പൊ ചെയ്യുന്നവർക്ക് ആ നേരത്തൊക്കെ ഒരു ആവേശം ഉണ്ടാവുള്ളൂ എന്നാണ്. സുബ്ഹാനല്ലാഹ്. പാതിരാ നേരത്ത് നിസ്കരിക്കാൻ വേണ്ടി എഴുന്നേൽക്കുന്ന നേരത്ത് അരികത്തൊരു പാത്രത്തിൽ വെള്ളം വെക്കും അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ഹത്താ ഇദാ ഗലബഹു അൻ-നൗമു, ഉറക്കങ്ങനെ വല്ലാണ്ട് പിടികൂടിയാൽ 2 റക്അത്ത് പെട്ടെന്ന് സലാം വീട്ടും. എന്നിട്ട് വെള്ളമെടുത്ത് മുഖം ഇങ്ങനെ കഴുകും, വീണ്ടും എഴുന്നേൽക്കും. വീണ്ടും ഉറക്കം വരുമ്പോ വെള്ളമെടുത്ത് മുഖം കഴുകിയിട്ട് 2 റക്അത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് സലാം വീട്ടി വീണ്ടും എഴുന്നേൽക്കുന്നു. അങ്ങനെ മരണം വരെ രാത്രിയിലെ ബഹുഭൂരിഭാഗവും നിസ്കരിച്ചിരുന്ന മഹാനാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ, അവര് രാത്രി അല്പം മാത്രമായിരുന്നു ഉറങ്ങിയിരുന്നത്. വബില്ലസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, അത്താഴം കഴിക്കുന്ന നേരത്തെ അസ്ഹാർ, സുബ്ഹിന്റെ തൊട്ടു മുമ്പുള്ള അവസാനത്തെ രാത്രിയിൽ അവസാനത്തെ 2-3 മണിക്കൂറുകൾ, ആ അവസാനത്തെ 2 മണിക്കൂറൊക്കെ സഹർ എന്ന് പറയുന്ന നേരമാണ്. യസ്തഗ്ഫിറൂൻ, അല്ലാഹുവേ പുറത്തു തരണേ എന്ന് ചോദിക്കും. റബ്ബേ മാപ്പാക്കി തരണേ, അല്ലാഹുവേ പുറത്തു തരണമേ എന്നിങ്ങനെ ചോദിക്കുന്നവരായിരുന്നവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രാത്രി വിത്ർ നിസ്കരിക്കണം. അല്ലാഹുമായുള്ള ബന്ധം അത് ദിക്റാണ്, അല്ലാഹുമായുള്ള സ്മരണയാണ്. വിത്ർ നിസ്കരിക്കാൻ നമ്മൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് വരാനോട് ചോദിക്കുക, അല്ല മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സുന്നത്ത് നിസ്കരിക്കണ്ടേ? എത്ര റക്അത്താ? 2 റക്അത്ത്. ഒന്നാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. നിസ്കരിച്ചു, സുന്നത്ത് നിസ്കരിക്കണ്ടേ? എത്ര? 2 റക്അത്ത്. 2 1 പോലെ. നിസ്കരിക്കണ്ടേ? എത്ര റക്അത്ത്? 2 റക്അത്ത്. 2 റക്അത്തൊക്കെ ഓവറല്ലോ. 1 റക്അത്തൊക്കെ ആണെങ്കിൽ നിസ്കരിക്കായിരുന്നു. എന്നാ പിന്നെ വിത്ർ നിസ്കാരം 1 റക്അത്ത് മതി. ഒറ്റ റക്അത്താ രാത്രിയിലെ വിത്ർ. 11 വരെ നിസ്കരിക്കാം. ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ 11 നിസ്കരിച്ചു. നമുക്ക് 11 കഴിയുന്നില്ല, 9 മതി. അതും കഴിയില്ല, ഒരു 7 ഒറ്റയായിട്ട് നിസ്കരിക്കണം അല്ലെ? 11 മുതൽ താഴോട്ട് വരാം. 7ഉം കഴിയില്ല, ഒരു 5 റക്അത്ത്, 2 റക്അത്ത് സലാം വിട്ട് പിന്നെ 1 റക്അത്ത് 5. അതും വയ്യ 3, അതും വയ്യെങ്കിൽ 1 റക്അത്ത്, ഒരൊറ്റ റക്അത്തെങ്കിലും വിത്ർ നിസ്കരിക്കാം. രാത്രിയിലെ നിസ്കാരത്തിന് രാത്രി നിസ്കരിച്ചു എന്ന കൂലി ഇയാൾക്ക് ലഭിക്കുന്ന ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, ഇന്നല്ലാഹ വിത്റുൻ, അല്ലാഹു ഒറ്റയാണ്. യുഹിബ്ബുൽ വിത്ര, ഒറ്റയായതിന് അല്ലാഹുവിന് ഇഷ്ടമാണ്. അതാണ് സുബ്ഹാനല്ലാഹ് 33, 11, 7 എന്നൊക്കെ അക്കങ്ങളുടെ പ്രാധാന്യം. അതാ ഒറ്റയാണ്, അല്ലാഹു ഏകനാണ്, അഹദാണ്. അല്ലാഹുവിന്റെ ആട്രിബ്യൂട്ട്സ് 99 അസ്മാഉല്ലാഹിൽ ഹുസ്ന. ഇന്ന ലില്ലാഹി മിഅത ഇസ്മിൻ, ഇന്ന ലില്ലാഹി 99 ഇസ്മൻ മിഅതൻ ഇല്ലാ വാഹിദ. അല്ലാഹുക്ക് 99 നാമങ്ങളുണ്ട്. 100 എന്ന് പറയുമ്പോൾ ഇരട്ട സംഖ്യയായി. 99 ഒറ്റയാണ്. യുഹിബ്ബുൽ വിത്ർ, അല്ലാഹുവിന് ഒറ്റയായത് ഇഷ്ടമാണ്.
ഫഔതിറൂ യാ അഹ്ലൽ ഖുർആൻ, ഖുർആൻ കേൾക്കുന്നവരെ, പഠിക്കുന്നവരെ, ഓതുന്നവരെ, നിങ്ങൾ വിത്ർ നിസ്കരിക്കിൻ. ഔതിറൂ, ഒറ്റയായിട്ടുള്ള നിസ്കാരം, ഒരു റക്അത്ത് 3, 5, 7, 11 വരെ മാക്സിമം പോകാം. ഒരു റക്അത്ത് നിസ്കരിച്ചാലും വിത്ർ കിട്ടും അല്ലേ? സുന്നത്ത് നിസ്കാരത്തെ നമ്മുടെ ഫുഖഹാഇന്റെ അഭിപ്രായത്തിൽ ദുഹാ നിസ്കാരത്തെക്കാളും ഫർളിന്റെ മുമ്പും ശേഷമുള്ള നവാഫിലിനേക്കാളും ഒക്കെ പ്രാധാന്യമുള്ള നിസ്കാരമാണ് വിത്ർ നിസ്കാരം. ബഅദുൽ ഫുഖഹാ, എല്ലാവരും നല്ല ബഅദുൽ ഫുഖഹാ പറയുന്നത് സ്വലാത്തുൽ വിത്രി അഫ്ളലു സ്വലവാത്തിൻ നവാഫിൽ ഇത്ലാഖൻ, എല്ലാ സുന്നത്ത് നിസ്കാരത്തെക്കാളും ഏറ്റവും കൂലിയുള്ളത് വിത്ർ നിസ്കാരമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്നതിന് മുമ്പ് ഒരു റക്അത്ത് നിസ്കരിച്ചിട്ട് ഉറങ്ങുന്നു. എന്നിട്ട് നിങ്ങൾ നോക്കി എന്താണ് മനസ്സിന് കിട്ടുന്ന ആശ്വാസം. ഇത് അല്ലാഹു വാഗ്ദാനം ചെയ്തതാണ്. ഇജ്അലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്റാ, രാത്രിയിൽ അവസാനത്തെ നിസ്കാരം വിത്റാക്കണം. അല്ലാഹു സഹായിക്കട്ടെ. ഒരു റക്അത്ത് നമുക്ക് എന്താ പ്രയാസം? ഉറങ്ങാൻ വേണ്ടി ചൊല്ലുമ്പോൾ wudu എടുത്തു പോവൽ സുന്നത്താണ് അല്ലേ? ഇദാ അതൈത മദ്ജിഅക ഫതവല്ല വുദൂഅക ലിസ്സലാ, ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ നിസ്കരിക്കാനുള്ള പോലത്തെ wudu എടുത്തിട്ട് പോകണം, സുന്നത്താണ്. അവസ്ഥാതെ ഉറങ്ങിയപ്പോൾ wudu മുറിയില്ലേ? ഭാര്യന്റെ കൂടെ താമസിക്കണം, ഓളെ തൊട്ടാ പോലും മുറിയില്ലേ? ഇക്കോട്ടെ മുറിഞ്ഞോട്ടെ, അള്ളാന്റെ റസൂൽ എന്താ പറഞ്ഞത്? മുറിയാതെ നേരം ഉൾക്കൊള്ളിരിക്കണം എന്നാണ് പറഞ്ഞത്. അല്ലല്ല, നീ കിടക്കാൻ ചൊല്ലുമ്പോ നിന്റെ wudu വേണം. റൂമിലേക്ക് കിടക്കണ വരെ, നീ ബെഡ് കിടക്കണ വരെ wudu ഉണ്ടായിക്കോട്ടെ, പിന്നെ മുറിഞ്ഞോട്ടെ. ഉറങ്ങിയാൽ മുറിയുന്ന ഉറപ്പന്നല്ലേ, ഉറങ്ങാനല്ലേ പോണത്, കുഴപ്പമില്ല. അങ്ങോട്ട് ചെല്ലുമ്പോ wudu വേണം അല്ലേ? അപ്പൊ ഒറ്റ വിത്ർ നിസ്കരിച്ചിട്ടില്ല, ഒരു റക്അത്ത് ആഖിറ സ്വലാത്തിക്കും. അബൂ ഹുറൈറ തങ്ങൾ പറയുമായിരുന്നു, എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഉറങ്ങേണ്ട മുമ്പ് വിത്ർ നിസ്കരിച്ചേക്കണം. ഞാൻ ഉറങ്ങേണ്ട മുമ്പ് നിസ്കരിക്കാം. ഉമർ തങ്ങളോട് പറഞ്ഞു, ഉമറെ സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് നിങ്ങൾ വിത്ർ നിസ്കരിക്കണം കേട്ടോ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെയ്യാ. എന്താ വ്യത്യാസം എന്നറിയോ? അബൂ ഹുറൈറ തങ്ങൾ പറയും, ഞാൻ ഉമർ തങ്ങളുടെ അത്ര സ്ട്രോങ് അല്ലല്ലോ, നിസ്കരിക്കാന്നൊക്കെ പറഞ്ഞ് കടന്നുറങ്ങി അങ്ങനെ എനിക്ക് സുബ്ഹിന്റെ മുമ്പ് നേരം കിട്ടിയില്ലെങ്കിലും ഉമർ തങ്ങൾ അതല്ല, എണീക്കാൻ വിചാരിച്ച് എഴുന്നേറ്റിരിക്കും, ഭയങ്കര സ്ട്രോങ് ആണ്. അതുകൊണ്ട് നബി തങ്ങൾ ഉമർ തങ്ങളോട്, ഉമറെ നിങ്ങൾ ആ ഏറ്റവും ശ്രേഷ്ഠമായ സമയത്ത് ചെയ്തേക്കിൻ. എന്നോട് പറഞ്ഞു, അബൂ ഹുറൈറ നിങ്ങൾ പച്ച സാധുവല്ലേ, നിങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട്, ഉറങ്ങിയേക്ക്, പിന്നെ സമയം കിട്ടിയില്ലെങ്കിലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് മനസ്സമാധാനം കിട്ടാൻ. നമ്മൾ പ്രാക്ടിക്കലായി കുറെ തേര് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പ്രാക്ടിക്കലായുള്ള വശങ്ങൾ ചർച്ച ചെയ്യാം. അലൈക്കും ബിഖിയാമിൽ ലൈലി, രാത്രി നിസ്കാരം നിങ്ങൾ പതിവാക്കണേ. ഫഇന്നഹു ദഅബുസ് സ്വാലിഹീൻ, ഇത് സ്വാലിഹീങ്ങൾ ചെയ്ത പണിയാണ്. ദഅബുസ് സ്വാലിഹീന ഖബ്ലകും വഇന്ന ഖിയാമൽ ലൈലി ഖുർബത്തുൻ ഇലല്ലാഹ്, ഇത് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗ്ഗമാണ്. വമൻഹാതുൻ അനിൽ ഇസ്മി, തെറ്റിലേക്ക് പോകാതെ സൂക്ഷിക്കാനുമുള്ള വഴിയാണ്. ചില പറയാം അങ്ങനെ, ഇന്നലെ മിഞ്ഞാന്ന് എന്താ ചെയ്യാ, കണ്ണ് സൂക്ഷിക്കാൻ പറ്റുന്നില്ല. ഉംറയൊക്കെ കഴിഞ്ഞ് വന്നതാ, റോട്ടിൽ ഇറങ്ങിയ പെണ്ണുങ്ങളെ പറ്റി ഓർക്കുകയാണ്. മാളിലേക്ക് വന്ന, സൂപ്പർ മാർക്കറ്റ് കയറിയ പിന്നെ വ്യഭിചാരത്തെ പറ്റി ഓർമ്മ വരാണ്. മനസ്സിനെ പിടിക്കാൻ കിട്ടണില്ല. എന്താ പരിഹാരം എന്നറിയോ? രാത്രി നിസ്കാരം തുടങ്ങണം. സുബ്ഹിന്റെ മുമ്പെങ്കിൽ ഒരു 10 മിനിറ്റ് മുമ്പെങ്കിലും എഴുന്നേൽക്കാൻ പറ്റിയാൽ, അരമണിക്കൂർ മുമ്പ്, വണ്ടർഫുൾ. 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിക്കുക. മൻഹാതുൻ അനിൽ ഇസ്മി, തിന്മയിൽ നിന്ന് നിങ്ങളെ തടയാനത് സഹായിക്കും. വതക്ഫീറുൽ ലിസ്സയ്യിആത്ത്, ചെയ്തു പോയ തിന്മകൾ പൊറുക്കപ്പെടും. വമതറദത്തുൽ ലിദ്ദാഇ അനിൽ ജസദി, ശരീരത്തിന് വരുന്ന അസുഖങ്ങളെ തടുക്കാനുള്ള പ്രിക്കോഷൻസ്, ശരീരത്തിന് അസുഖം വരാതിരിക്കണമെങ്കിലും തഹജ്ജുദ് നിസ്കാരം പതിവാക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തൊക്കെ ഗുണങ്ങളാ പറഞ്ഞ്, ഇതിപ്പോ ഒരു ഡോക്ടർ പറഞ്ഞാൽ നമ്മൾ ചെയ്യൂലേ? കാര്യമായ ഒരു അസുഖം വരാൻ പോകുന്നുണ്ടേ, ഓടണം ചാടണം എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ഡോക്ടർ പറഞ്ഞു വിചാരിക്കുക, രാത്രി എഴുന്നേറ്റ് നിങ്ങൾ യോഗാഭ്യാസം തുടങ്ങണം എന്ന്. നിസ്കരിക്കണം എന്ന് പോലും പറഞ്ഞിട്ടില്ലെങ്കിൽ യോഗ തുടങ്ങണം. പ്രഭാതത്തിന് മുമ്പ് ഒരു യോഗാഭ്യാസം കണ്ടെങ്കിൽ നിങ്ങൾ ഈ അസുഖം പോകും. നമ്മൾ തുടങ്ങൂലേ ഈ ഏർപ്പാടൊക്കെ? തുടങ്ങണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞുതരാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ചെയ്തോളൂ. രാത്രി നിങ്ങൾ ചെയ്താൽ ഇത് സ്വാലിഹീങ്ങൾ ചെയ്ത പണിയാണ്. ഖുർബത്തുൻ ഇലല്ലാഹ്, നിങ്ങൾ റബ്ബിലേക്ക് അടുക്കുകയാണ്. വമൻഹാതുൻ അനിൽ ഇസ്മി, തിന്മയിൽ നിന്ന് നിങ്ങളെ തടയാൻ ഈ നിസ്കാരം നിങ്ങളെ സഹായിക്കും. മൻഹാതുൻ ലിൽ ഇസ്മി, തിന്മയിൽ നിന്ന് നിങ്ങളെ തടയാനും. വതക്ഫീറുൻ ലിസ്സയ്യിആത്ത്, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനും ഈ നിസ്കാരം നിങ്ങൾക്ക് സഹായം നൽകും. വമതറദത്തുൽ ലിദ്ദാഇ അനിൽ ജസദി, ശരീരത്തിന് വരുന്ന അസുഖങ്ങൾ ഇല്ലാതിരിക്കാനും ഇത് സഹായിക്കും. അസുഖങ്ങൾ ഇങ്ങനെ വന്ന് അടിച്ചു കയറുന്ന കാലാണിത്. വെറുതെ നടക്കുന്ന മനുഷ്യന്മാർക്ക് വലിയ വലിയ അസുഖങ്ങൾ.
എല്ലാവിധ കാര്യങ്ങളും, സ്മോക്കിംഗ് ഇല്ല, അതില്ല, ഇതില്ല, എക്സസൈസ് ഉണ്ട്, ഡയറ്റ് കൺട്രോളാണ്, എല്ലാം ശരിയാ. പക്ഷേ കാര്യമായ അസുഖം വന്നു തടയണമെങ്കിൽ തഹജ്ജുദ് നിസ്കാരം നിർബന്ധമാണ്. സൂക്ഷിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ഇമാം തുർമിദി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. സുബ്ഹാനല്ലാഹ്, അല്ലാഹു തആല ഇത്രയും എളുപ്പമാക്കി തന്നെ എന്തിനാണെന്നറിയോ? നമ്മെ സഹായിക്കാനാണ്. നമുക്ക് സഹായം അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് കിട്ടും. റബ്ബിനെ ഓർത്തുകൊണ്ടുള്ള ജീവിതത്തിൽ ആ സമാധാനം കിട്ടുക. അല്ലാഹുമായുള്ള ബന്ധത്തിലാണ് ഭയങ്കര സമാധാനം ലഭിക്കുക. മഹാനായ ഇബ്നു അസാകിർ തങ്ങൾ അവരുടെ താരീഖിൽ സംഭവം ഉദ്ധരിക്കുന്നുണ്ട്. ഡമസ്കസിൽ നിന്ന് റബ്ബദാനിയിലേക്ക് ഒരു കഴുതപ്പുറത്ത് ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നു. നമ്മൾ ഇന്നത്തെ ടാക്സി ഡ്രൈവർ എന്ന് പറയില്ലേ, അങ്ങനെ. ഇബ്നു അസാകിർ തങ്ങളുടെ താരീഖിൽ സംഭവം ഉദ്ധരിക്കുക. സിറിയയിൽ ജീവിച്ചൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജോലി, അദ്ദേഹത്തിന്റെ ഒരു കഴുതുണ്ട്, ആ കഴുതപ്പുറത്ത് ആളുകളെ ട്രാൻസ്പോർട്ട് ചെയ്യല. അതായത് ഡമസ്കസിൽ നിന്ന് റബ്ബദാനിയിലേക്ക് ഉള്ള ഒരു യാത്ര, ട്രിപ്പ്. അബുദാബി മുസഫിക്ക് ട്രിപ്പ് അടിച്ച കാലം ഉണ്ടായിരുന്നല്ലോ കുറച്ച്, അല്ലേ? വാക്ക് നിർത്തിയതല്ലേ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ചെറിയ ചെറിയ ട്രിപ്പ് അടിക്കുന്ന ജോലിക്കാരുണ്ടാവും. ദിമഷ്കിൽ നിന്ന് സബ്ദാനിയിലേക്കുള്ള ട്രിപ്പ് പോകുന്ന ഒരു പച്ചപ്പാവ മനുഷ്യൻ. അല്ലാമ ഇബ്നു അസാകിർ തങ്ങൾ അവരുടെ താരീഖിൽ ഉദ്ധരിച്ച ആധികാരികമായ സംഭവം. അദ്ദേഹം ഒരിക്കൽ ഒരാളെ കൊണ്ടുപോകുമ്പോ, ഒരാൾ കയറി, ഒരു പാസഞ്ചർ കഴുതപ്പുറത്ത്, ഒരാളെ രണ്ടാളൊക്കെ പോവുള്ളൂ മാക്സിമം. പോകുന്ന വഴിക്ക് അയാളോട് പറഞ്ഞു, നമുക്ക് ഈ റൂട്ടിലൊന്ന് പോയാലോ? അദ്ദേഹം പറഞ്ഞു, ഈ റൂട്ട് എനിക്കറിയില്ല, എനിക്ക് പരിചയമില്ലാത്ത റൂട്ട്, ഇത് എളുപ്പമാണെന്ന് പറഞ്ഞു, ഇത് വളരെ ഷോർട്ട് കട്ടാണ്, ഇതിൽ പോവാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഷോർട്ട് കട്ട്. നാട്ടിലെ GPS ഒക്കെ ഷോർട്ട് കട്ട് കാണിച്ചു തന്നിട്ട് റോഡും പാലും ഇല്ലാത്ത റോഡ് കൂടെ കയറി പിന്നെ കൊണ്ടുപോകുക. നാട്ടിലെ GPS ഒക്കെ വർക്ക് ചെയ്യുമ്പോഴേ ഷോർട്ട് കട്ട്. റോഡ് എന്താന്ന് ഇപ്പോ സാറ്റലൈറ്റിന് അറിയില്ലല്ലോ, റോഡിന്റെ കഥ എന്താണെന്ന്. അപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, ഈ ഷോർട്ട് കട്ട് എനിക്കറിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണം? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയാം, നമുക്ക് പോവാന്ന് പറഞ്ഞു. പോയി ചെന്ന് നോക്കുമ്പോ ഒരു താഴ്വരയിലേക്ക് എത്തി. വിജനമായ സ്ഥലം, കുറെ ആളുകൾ അവിടെ കൊല്ലപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പൊ ആളുകളെ കൊള്ളടിക്കുന്ന സ്ഥലം. അവിടെ എത്തിയപ്പോ ഇയാൾ മെല്ലെ പറഞ്ഞു, പാസഞ്ചർ പറഞ്ഞു, വണ്ടി നിർത്ത്, ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞു. ഇറങ്ങിയാള് തുണിയൊക്കെ ഒന്ന് മടക്കുത്തിയിട്ട് കയ്യിലെ കത്തി എടുത്തിട്ട് ഇയാളെ വധിക്കാൻ വേണ്ടി പറഞ്ഞു. ഇയാൾ ഇറങ്ങിയോടി, ഇയാള് പിന്നാലെ കൂടി. എന്റെ കഴുതയും അതിന്റെ പുറത്തുള്ള സർവ്വ ലഗേജ് നീ എടുത്തോ, എന്നെ കൊല്ലല്ല എന്ന് പറഞ്ഞു. അത് എന്റെ തന്നെ, അത് ഞാൻ തരില്ല, നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, ഞാൻ പറഞ്ഞു, എന്നെ കൊന്നിട്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? അതൊന്നുമല്ല, നിന്നെ ഞാൻ കൊല്ലും, ഇവിടെ വെച്ച് കൊല്ലും. അദ്ദേഹം പറഞ്ഞു, 2 റക്അത്ത് നിസ്കരിക്കാൻ സമയം തരും, 2 റക്അത്ത് നിസ്കരിക്കാൻ. അത് തരാന്ന് പറഞ്ഞു. അപ്പൊ ഈ പടച്ചോനെ പേടി കുറച്ചെങ്കിലുള്ള കള്ളനാണ് ഇയാൾ എന്ന് അർത്ഥം. അല്ലെങ്കിൽ ആ ദാക്ഷിണ്യം പോലും കാണിക്കൂലല്ലോ. അല്ലാ ഇബ്നു അസാകിർ തങ്ങൾ ഉദ്ധരിക്കുക, 2 റക്അത്ത് നിസ്കരിച്ചു. അദ്ദേഹം പറഞ്ഞു, നിസ്കരിക്കാൻ വേണ്ടി ഞാൻ നിൽക്കുകയാണ്. ഫാത്തിഹ കഴിഞ്ഞ് ഒരൊറ്റ സൂറത്തും മനസ്സിൽ വരുന്നില്ല, പേടിച്ചിട്ട് ഒന്നും ഓർമ്മ വരുന്നില്ല നാവില്. അപ്പോഴാണ് ഒരു ആയത്ത് ഓർമ്മ വരുന്നത്, ഒരേ ഒരു ആയത്ത്, സൂറത്തുൻ നംലിൽ. അമ്മൻ യുജീബുൽ മുദ്ററ ഇദാ ദആഹ്, അമ്മൻ യുജീബുൽ മുദ്ററ ഇദാ ദആഹു വയക്ഷിഫുസ് സൂഅ. ഒരു മനുഷ്യനങ്ങ് കുടുങ്ങിക്കഴിഞ്ഞാൽ, പ്രയാസത്തിലങ്ങ് കുടുങ്ങിക്കഴിയുന്ന ഒരു മനുഷ്യന്റെ പ്രാർത്ഥന സ്വീകരിക്കുന്ന അല്ലാഹുവേ, പ്രയാസങ്ങളൊക്കെ നീക്കിത്തരുന്ന പടച്ചവനെ, കഷ്ടപ്പെട്ട് പ്രയാസത്തിലായ ഒരു മനുഷ്യന്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണല്ലോ നീ അല്ലാഹ്. സൂറത്തുൻ നംൽ 62-ാമത്തെ ആയത്ത്. ഈ ഒരു ആയത്ത ഓർമ്മ വന്നത്. നിസ്കരിച്ചു കൊണ്ടിരിക്കെ അദ്ദേഹം പറയുന്നു, എന്റെ 2 റക്അത്ത് കഴിയാറായപ്പോഴേക്കും ആ താഴ്വരയുടെ ഒരു ഇടുങ്ങിയ ഭാഗത്ത് നിന്ന് ഒരാൾ വരുന്നത് ഞാൻ അറിഞ്ഞു, കുതിരപ്പുറത്ത്. അയാൾ ഓടി വരികയും ആ വന്ന വഴിക്ക് ഈ മനുഷ്യന്റെ നെഞ്ചത്തേക്ക് ഒരു അമ്പെറിയുന്നത്, എന്റെ മുമ്പിൽ നെഞ്ചിൽ അമ്പ് തറച്ച് മനുഷ്യൻ നിലംപതിക്കുന്നത് ഞാൻ കണ്ടു. സലാം കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, പടച്ചവനെ നീ എന്റെ ജീവൻ രക്ഷപ്പെടുത്തി തന്നല്ലോ അല്ലാഹ്. കുതിരപ്പുറത്തൊരാൾ വരെ, ഒരു അന്യനായ ഒരാൾ, അയാൾ നിസ്കരിക്കുന്നു, ഒരാൾ ഇവിടെ കാത്തിരിക്കുകയാണ്. ഇവന്റെ നെഞ്ചത്തേക്ക് അമ്പെറിയാൻ ഇയാളെ പ്രേരിപ്പിച്ചത് ആരാണ്? അടുത്ത് വന്നപ്പോ ഈ കുതിര സവാരിക്കാരനോട് ചോദിച്ചു, ഈ പാവപ്പെട്ട ഈ വാഹനത്തിന്റെ ഉടമ, അല്ല സഹോദര, ബില്ലാഹ്, അല്ലാഹനെ വെച്ച് ചോദിക്കട്ടെ, മൻ അൻത്, നിങ്ങൾ ആരാണ്?
മറുപടി എന്താണെന്നറിയോ? അന റസൂലുല്ലദീ യുജീബുൽ മുത്തറ ഇദാ ദആഹു വയക്ഷിഫുസ് സൂഅ. പ്രയാസങ്ങൾ വന്നാൽ നീക്കിത്തരുന്ന പടച്ചവൻ, കഷ്ടപ്പെടുന്നവരുടെ പ്രാർത്ഥന സ്വീകരിക്കുന്ന പടച്ചവൻ, ആ പടച്ചവന്റെ ദൂതനാണ് ഞാനെന്ന് ഈ മനുഷ്യനോട് ഇയാൾ മറുപടി പറഞ്ഞു. ഇയാൾ ഓതിയ ആയത്തും അതാണ്. അള്ളാഹുവിന്റെ മലക്കായിരുന്നു വന്നതെന്നാ അമ്പറിഞ്ഞിട്ട് ഇയാളെ വധിച്ചു. ഈ മനുഷ്യൻ, പാവപ്പെട്ട ഈ വാഹനത്തിന്റെ മുതലാളി, സുരക്ഷിതനായ ഒരു പോറല് പോലും ഏൽക്കാതെ തന്റെ കഴുതയും അതിന്റെ പുറത്തുള്ള സാധനങ്ങളുമായി നിർഭയമായി ദമസ്കസിലേക്ക് തിരിച്ചുപോയ കഥ അല്ലാമ ഇബ്നു അസാക്കിറുടെ താരീഖിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. അമ്മൻ യുജീബുൽ മുത്തറ ഇദാ ദആ. അല്ലാഹുവിനോട് മനസ്സ് തുറക്കുമ്പോ അല്ലാഹുവിന്റെ സഹായം ജീവിതത്തിലേക്ക് വരാൻ പല രീതിയിൽ അല്ലാഹു നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കുകയാണ്. വജുഅലത ഖുറത്തു ഐനി ഫിസ്സലാ അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ. ബിലാലേ, നമുക്ക് സമാധാനം തരൂ, നിസ്കാരം കൊണ്ട് സമാധാനം തരൂ. ബിലാൽ റളിയല്ലാഹു അൻഹു ഇഖാമത്ത് കൊടുക്കുന്നു പറയേണ്ടതിന് പകരം തങ്ങൾ എന്താ പറയാ? അരിഹ്നാ ബിഹാ യാ ബിലാൽ. ഇഖാമത്ത് കൊടുക്കല്ലേ എന്താ പറയുന്നത്? അരിഹ്നാ ബിഹാ യാ ബിലാൽ. ബിലാൽ, നിങ്ങൾ ആ വാങ്ക് കൊടുത്തിട്ട്, ആ ഇഖാമത്ത് കൊടുത്തിട്ട് ഒരു സന്തോഷം തരീൻ. ആ സന്തോഷ നിസ്കാരത്തേക്ക് നിൽക്കുമ്പോ എന്തെന്നില്ലാത്തൊരു സന്തോഷല്ലേ ആ റാഹത്തിന്. ബിലാൽ വാങ്ക് വിളിച്ചേക്ക്. നമുക്ക് അങ്ങനെ തോന്നാറുണ്ടോ നിസ്കാരത്തെ കുറിച്ച്? നിസ്കരിക്കാൻ പോണ എന്തേ ഇപ്പൊ പോണം? നിസ്കരിക്കാതെ പറ്റൂലല്ലോ. എന്താ നിസ്കരിക്കാൻ പോണത്? ഒന്നുമില്ലത് ഫർളല്ലേ, അള്ളാഹ് നിർബന്ധാക്കി. ഇനിയിപ്പോ എന്താ ചെയ്യാ? അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നിസ്കാരം എനിക്ക് വേണ്ടിയാണ്, എന്റെ ആവശ്യമാണ്, എനിക്ക് നിസ്കരിക്കണം. അങ്ങനെ ചിന്തിക്കുന്നവരാ മുഅ്മിനീങ്ങൾ. എനിക്ക് എന്റെ ആവശ്യമാണത്, എനിക്ക് നിസ്കരിക്കണം. എന്നോട് നിസ്കരിക്കാൻ പറഞ്ഞു, ഞാൻ കുടുങ്ങി, ഞാൻ നിസ്കരിക്കില്ല, നിർവാഹല്ല. അത് ഭാരമാണ്, അത് ഇബാദത്തിനെ ഭാരമാക്കലാണ്. നമുക്ക് കൂലി കിട്ടാനല്ലേ അല്ലാഹു ഇത് ചെയ്തത്, നമുക്ക് പ്രതിഫലം കിട്ടാനല്ലേ. വജുഅലത ഖുറത്തു ഐനി ഫിസ്സലാ. ആനന്ദം മുഴുവനും നിസ്കാരത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹുബ്ബിബ ഇലയ്യ ത്വീബ് വന്നിസാ. എൻ്റെ ഭാര്യമാർ എനിക്ക് ഇഷ്ടമാണ്. ത്വീബ്, സുഗന്ധം എനിക്ക് ഇഷ്ടമാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഈ ഇത്റിനെ സംബന്ധിച്ച് അങ്ങനെ പറയാൻ കാരണം, അത്ര ഒരാൾ ഹദിയ തന്നാൽ അത് റഫ്യൂസ് ചെയ്യരുതെന്നാണ്. ഈത്തപ്പഴം, തംർ അങ്ങനെയാണ്. ഹദിയ തന്നാൽ അത് നിരസിക്കാൻ പാടില്ല. ഒന്നുമില്ല, തങ്ങൾക്കത് ഇഷ്ടമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റഫ്യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ തങ്ങൾ പറയും എനിക്കത് ഇഷ്ടമാണ്, പക്ഷെ എന്റെ കണ്ണിന്റെ കുളിർമ എവിടെയാണെന്നറിയോ? വജുഇലത ഖുറത്തു ഐനി ഫിസ്സലാ. എന്റെ കണ്ണിന്റെ കുളിർമ കിടക്കുന്നത് നിസ്കാരത്തിലാണ്. അല്ലാഹുവിനെ പറ്റി ഞാൻ ഓർക്കുമ്പോഴാണ് എന്റെ ഏറ്റവും വലിയ കുളിർമ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മകളിൽ നിന്ന് വിട്ടു നിന്നാലേ സന്തോഷം ഉണ്ടാവും മുഅ്മിനീങ്ങളെ. തിന്മകളിൽ നിന്ന് കണ്ണിനെ സൂക്ഷിക്കണം, കാതിനെ സൂക്ഷിക്കണം, നാവ് സൂക്ഷിക്കണം, ഖൽബിലെ ചിന്തയെ സൂക്ഷിക്കണം. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. അപ്പോഴേ സമാധാനം ഉണ്ടാവും. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അല്ലാഹു സമാധാനം തരൂല, എടുത്തു കളയും. ഖൽബിൽ നിന്ന് അല്ലാഹു തആല എടുത്തു കളയും. ഫമൻ യുരിദില്ലാഹു അൻ യഹ്ദിയഹു യശ്റഹ് സദ്റഹു ലിൽ ഇസ്ലാം വമൻ യുരിദ് അൻ യുളില്ലഹു യജ്അൽ സദ്റഹു ളയ്യിഖൻ ഹറജൻ കഅന്നമാ യസ്അദു ഫിസ് സമാ كذلك يجعل الله الرجس على الذين لا يؤمنون. അല്ലാഹുവിനെ ഭയപ്പെടാത്ത ആളുകൾക്ക് ഹൃദയത്തിൽ അല്ലാഹു സങ്കുചിതത്വം കൊടുക്കും. ഭയങ്കരമായ വേദന വരും, ഹൃദയത്തിൽ ഞെരുക്കം വരും. എന്ത് തെറ്റും ചെയ്താലും മരണം വരെ നമ്മൾ ആ ചിന്ത ഇങ്ങനെ വേട്ടെ. അല്ലാഹു പുറത്തു നിന്നിട്ടുണ്ടായിരിക്കാം, അല്ലാഹു നമുക്കൊക്കെ പുറത്തു തരട്ടെ. പക്ഷെ ഖൽബിലേക്ക് ഇങ്ങനെ ഒരു ഓർമ്മ വരും. അച്ചോനെ, വ്യഭിചരിച്ച പെണ്ണിനെ കാണുമ്പോൾ ആണ് ചിന്തിക്കുന്നുണ്ട്, ഇവളാണ് എന്നെ പഴപ്പിച്ചത്, ഓളാ പറഞ്ഞത് കാപ്പിയമ്മയും പോകുന്നുണ്ട് യുവാൻ. പടച്ചോനെ, ഓളെന്നെ വിളിച്ചില്ലായിരുന്നു, ഞാൻ പോവില്ലായിരുന്നല്ലോ. ഇവളോനെ കാണും, പടച്ചോനെ ഇവനാ എന്നെ പഴപ്പിച്ചത്. അവൻ്റെ ആ പഞ്ചാര തേച്ച അവൻ്റെ മെസ്സേജ് കിട്ടിയപ്പോഴാണ് ഞാൻ ആകെ പെട്ടുപോയത്. പടച്ചോനെ, ഇവൻ എന്നെ പഴപ്പിച്ചല്ലോ, എൻ്റെ ചാരിത്രം കളങ്കപ്പെടുത്തിയല്ലോ റബ്ബേ, എന്നെ കൂടി തെറ്റവും ചെയ്യിപ്പിച്ചല്ലോ. കള്ളു കുടിപ്പിച്ച ചെറുപ്പക്കാരനൊക്കെ പടച്ചോനെ, ഇവന്റെ സെറ്റിൽ ഞാനത് പെട്ടുപോയതുകൊണ്ടാണ് ഞാൻ ആ കള്ളു കുടിച്ചത്. ഇതിങ്ങനെ എപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കും. അത് ദുന്യാവിൽ ആ തെറ്റിനുള്ള അള്ളാഹു തരുന്നൊരു ശിക്ഷയാണ്. അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ, എല്ലാം മാപ്പാക്കി തരട്ടെ. പക്ഷെ തെറ്റ് ചെയ്ത് അത് മനുഷ്യന്റെ പ്രകൃതി അങ്ങനെയാ. എന്റെ കാരണം എന്നറിയോ? വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ.
നമ്മളെ പടച്ച് തെറ്റ് ചെയ്യാൻ വേണ്ടി പഠിച്ച് ഇവിടെ വന്നത് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനാണ്, പടച്ചവനെ ഓർത്ത് ജീവിക്കാനാണ്, കാരുണ്യവാനായ അള്ളാഹുവിനെ സ്തുതി പറയാനാണ്. അതിനാ വന്നത്. നമ്മൾ വന്നു നോക്കുമ്പോൾ കള്ളുടിക്കാൻ വന്നതാണ് വിചാരം. ഗൾഫിലൊക്കെ വരുമ്പോൾ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്ന എത്രയോ ചെറുപ്പക്കാരുണ്ട്. നാട്ടിലൊന്നും നടക്കാം, നാട്ടിലൊക്കെ ഇപ്പോൾ കള്ളിന്റെ അവസ്ഥ കണ്ടില്ലേ? അങ്ങനെ കയറി പോരുന്ന കുറേ ആൾക്കാരുണ്ടാവും. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ നിന്നിട്ട് കാര്യമല്ല, സൂട്ടും കോട്ടും എടുത്ത് പോയിട്ട് കള്ളുടിക്കാനും വയ്യ, എന്നാൽ പിന്നെ പോവുക നമ്മൾ ദുബായിക്ക്, സുബ്ഹാനല്ലാഹ്, ഗൾഫിലേക്ക് പോവുക, വേറെ രാജ്യത്തേക്ക് പോവുക. അല്ലാഹു തആല നമ്മുടെ ഉമ്മത്തിനൊക്കെ ഹിദായത്ത് നൽകട്ടെ, ചെറുപ്പക്കാർക്ക് നല്ല ബോധം നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് കുറച്ചൊക്കെ ബോധം ഉണ്ടായി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, എന്നാലും ബോധം ഇല്ലാത്ത വലിയൊരു വിഭാഗം അപ്പുറത്തുണ്ട് എന്നാണ്. അല്ലാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകട്ടെ. ആ തെറ്റുകളൊക്കെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കും മരണം വരെ. അത് തെറ്റിന് അല്ലാഹു തരുന്നൊരു ശിക്ഷയാണ്. മരണം വരെ അങ്ങനെ ഓർമ്മ വരും. ഇടക്കിടക്ക് ഇങ്ങനെ സ്വന്തം ഭർത്താവിൻ്റെ കൂടെ ജീവിക്കുകയാണ് പെണ്ണ്, റബ്ബേ ഞാൻ എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചിട്ടുണ്ടല്ലോ, അവൾക്ക് മരണം വരെ ആ വേദന ഉണ്ടാവും. ഈമാൻ അല്പം ഉണ്ടെങ്കിൽ കേട്ടോ, ഇല്ലാത്തവരെ പറ്റിയല്ലേ പറയുന്നത്, ഈമാൻ ഉള്ളവരെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്. ആണിന് ആ വേദന വരും, ഞാൻ എൻ്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടുണ്ടല്ലോ. മുതലാളിയുടെ പൈസ അറിയാതെ പൊക്കിയ മനുഷ്യന്മാർക്ക് മുഴുവൻ മരണം വരെ ഓർമ്മ വരും. ഞാൻ എന്തായാലും ആ പെരപ്പണിന്റെ സമയത്ത് വല്ലാണ്ട് കുടുങ്ങിയപ്പോൾ ഞാൻ ഇച്ചിരി കള്ളക്കണക്കുണ്ടാക്കി എടുത്തിട്ടുണ്ടല്ലോ, അത് മരണം വരെ വരും. ഹക്കടപാടുകൾ കൊടുത്തു വീട്ടിയിട്ട് സലാമത്താവണം. നമുക്ക് തിരിച്ചു വിട്ടാൻ കഴിയുന്ന മുഴുവനും തിരിച്ചു കൊടുത്തേ പറ്റൂ. ഇല്ലാത്തത് അള്ളാഹുവിനോട് കുറുക്കലിനെ ചോദിക്കുക, എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എടുത്തു പറ്റി ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റൂല, പാക പാപ്പരാണ്. അങ്ങനെ ഈ എടുത്തു പറ്റൂലൊക്കെ പിന്നെ പാപ്പരാവും ചെയ്യും. അത് അള്ളാഹു തരുന്ന ഒരു ശിക്ഷയാണ്. ജീവിതത്തിൽ ഭയങ്കര കുടിസ് വരുന്ന, ദാരിദ്ര്യം വരും, ഭയങ്കര മനസ്സിന് ഞെരുക്കം വരും. വലിയ പുരക്കെടുത്തിട്ടുണ്ട്, പക്ഷെ എന്തോ ഒരു ഞെരുക്കം പിടികൂടുന്നുണ്ട്. എവിടെയൊക്കെയോ അള്ളാഹുവിനെതിരായിട്ട് ചെയ്തിട്ടുണ്ട് എന്നതിനർത്ഥം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖൈബർ യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഉദ്ധരിക്കുന്നത് ഇമാമുന ബുഖാരി തങ്ങൾ സ്വഹീഹുൽ ബുഖാരിയിൽ. ഞങ്ങൾ കഴിഞ്ഞു പോരുന്ന നേരത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകത്തിന്റെ സാഡിൽ, അതിന്റെ ഒട്ടകക്കട്ടില് ശരിയാക്കുന്ന നബിയുടെ ഒരു വേലക്കാരൻ, ഒരു ഖാദിം, ഇവരെ ഒട്ടകക്കട്ടിലിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. തങ്ങൾ വന്നു, സയ്യിദ് വന്നു, തങ്ങൾ പോകുന്ന വണ്ടിയുടെ ഡോറൊക്കെ തുറന്നു കൊടുത്തു, ഒരു ഖിദ്മത്ത് ചെയ്യാൻ. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ ഒട്ടകക്കട്ടിലിങ്ങനെ ഫിക്സ് ചെയ്ത് മുഴുവനായില്ല, അപ്പോഴേക്കും ഒരു അമ്പ് വന്ന് തറച്ചു. ഞങ്ങൾ യുദ്ധം കഴിഞ്ഞ് പോരാണ്. ആ നേരത്ത് ആരാണ് ഇയാൾ അമ്പ് ചെയ്തത് ഞങ്ങൾക്ക് ആർക്കും കാണാനും പറ്റിയില്ല. ആരാണ് ഈ അമ്പ് ചെയ്തത്? അമ്പ് തറച്ചു, ചോരയിൽ കുളിച്ച ആൾ അവിടെ മരിച്ചു. ഞങ്ങൾ എല്ലാവരും ഉറപ്പിച്ചു, യാ അല്ലാഹ്, ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്, ഷഹീദിന്റെ കൂലി കിട്ടും. അല്ലാഹുവിന്റെ റസൂലിന് ഖിദ്മത്ത് ചെയ്ത ആളാണ്. അതുകൊണ്ട് സ്വഹാബികൾ മുഴുവനും പറഞ്ഞു, അല്ലാഹു അക്ബർ, ഹനീഅൻ ലഹു അൽ ജന്ന, ഉറപ്പാണ് സ്വർഗം ഇയാൾക്ക് ഉറപ്പാണല്ലോ. ഹനീഅൻ ലഹു അശ്ശഹാദ, ഉറപ്പാണ് രക്തസാക്ഷിത്വത്തിന്റെ കൂലിയും ഇയാൾക്ക് കിട്ടുമല്ലോ. ഷഹീദല്ലേ, കാരണം യുദ്ധത്തിന് കാലെടുത്ത് വെച്ചിട്ടില്ല, അപ്പോഴായി മരിക്കണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ വാക്ക് കേട്ടപ്പോ തങ്ങൾക്ക് വഹി വരുന്നുണ്ട്, അല്ലാഹുവിന്റെ റസൂലിന് വഹി വരുന്നുണ്ട്. ചിത്രം വ്യക്തമാക്കി അല്ലാഹു പഠിപ്പിച്ചു കൊടുക്കുന്നു. അവിടെ നിന്ന് പറഞ്ഞു, ഖല്ലാ, സ്വർഗമുണ്ടെന്ന് പറയല്ലേ, സ്വർഗമുണ്ടെന്ന് പറയാനായിട്ടില്ല. വല്ലദീ നഫ്സീ ബിയദിഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഇന്നശ്ശംലതല്ലതീ ഗല്ലഹാ യൗമ ഖൈബർ, ഖൈബർ യുദ്ധം എന്ന് പറഞ്ഞ ദിവസങ്ങളോളം നീണ്ടുനിന്ന യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ ഒരിക്കൽ ഇന്നശ്ശംലതല്ലതീ ഗല്ലഹാ, ശത്രുക്കളിൽ നിന്ന് മുസ്ലിമീങ്ങൾക്ക് ലഭിച്ച ഗനീമത്ത് സ്വത്തിൽ ഒരു ശംല എന്ന് പറഞ്ഞ ഒരു ഷോള്, ഒരു ഡ്രസ്, ഒരു ചെറിയ ഷാൾ, തലപ്പാവെന്നൊക്കെ കൂട്ടിക്കോളൂ, ഒരു ഷാൾ, ശത്രുപക്ഷത്ത് നിന്ന് വീണുപോയ ഒരു ഷാൾ ഈ മനുഷ്യനെടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. മിനൽ മഗാനിമി ലം തുസിബ്ഹൽ മഖാസിം, യുദ്ധത്തിന്റെ മുതലുകൾ യുദ്ധത്തിലേക്ക് വന്ന സ്വഹാബികൾക്ക് ഓഹരി വെച്ചു കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു തുണിക്കഷ്ണം ഇയാൾ പൂഴ്ത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തുണിക്കഷ്ണം മോഷണം ചെയ്തതിന്റെ പേരിൽ ഈ തുണിക്കഷ്ണം കാരണം അയാളെ റബ്ബിന്റെ നരകം തീ ആളിപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ മുഅ്മിനീങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ ഖാദിമായ ഒരാൾ,
നബിക്ക് ഖിദ്മത്ത് ചെയ്ത ഒരാൾ ഒരു യുദ്ധത്തിൽ നിന്ന് വരികയാണ്, അമ്പേറ്റ് അവിടെ വെച്ച് മരിക്കുകയാണ്. ഹബീബിന്റെ മുമ്പിൽ, അസ്ഹാബിന്റെ മുമ്പിൽ അള്ളാഹുവിന്റെ വഹി എന്താ? നബിയെ മോഷണം ചെയ്തിട്ടുണ്ട്. നബിയെ യുദ്ധം മുതൽ നിന്ന് കിട്ടേണ്ട, മുഅ്മിനീങ്ങൾക്ക് പൊതുവായി വിധിക്കേണ്ട സാധനം ഒറ്റക്കെടുത്ത് വെച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, കമ്പനിന്റെ പൈസയൊക്കെ ഈ സെയിൽസ്മാൻമാരും അല്ലാത്തവരൊക്കെ പല കള്ളക്കണക്കുണ്ടാക്കി എടുക്കണ ഈ പൈസയൊക്കെ എന്തായിരിക്കും ഇതിന്റെ അദാബ്? എന്തായിരിക്കും ഇതിന്റെ അദാബ്? അതുകൊണ്ട് ഉണ്ടാക്കണ പോരാ, എന്താ അതുകൊണ്ട് കാര്യം? അതുകൊണ്ട് നമുക്ക് സമാധാനം കിട്ടുമോ? ശരിക്കും ശ്രദ്ധിക്കുക. ദുനിയാവിലൊരു 10 പൈസ പോയാലും കുഴപ്പമില്ല, ഹറാമിന്റെ ഒരു 5 പൈസ എനിക്ക് വേണ്ട എന്ന് ചിന്തിക്കുന്ന ചെറുപ്പക്കാർ, അങ്ങനത്തെ ജോലിക്കാർ നമുക്ക് വേണ്ടത്. അങ്ങനെ ഇസ്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരണം, ദീനിനെ ലൈവാക്കി കൊണ്ടുവരണം സമൂഹത്തിലേക്ക്. നമ്മൾ മുഅ്മിനീങ്ങളായിട്ട് ജീവിക്കും, സമാധാനമില്ല. ഈ ഒരു സ്വഹാബിയുടെ വിഷയം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സംഭവം സ്വഹീഹ് ബുഖാരി ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ് ഈ പറയുന്നത്. സ്വഹീഹുൽ ബുഖാരി, ഒരു തുണി, ഒരു സ്വർണത്തിന്റെ പാത്രമല്ല ഈ മോഷ്ടിച്ചത്, ഒരു തുണി കഷ്ണം, അതിന്റെ പേരിൽ നരകം അദ്ദേഹത്തെ പിടികൂടുന്നുണ്ടെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പേടിക്കണം, അല്ലാഹുവിന്റെ അദാബിനെ പേടിക്കണം. അല്ലാഹു കാരുണ്യവാനാണ്, അല്ലാഹു ശദീദുൽ ഇഖാബ്. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഹനായ അബൂ മൂസ അൽ-അശ്അരി എന്ന സ്വഹാബിയോട് കത്തെഴുതിയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ അബൂ മൂസ അൽ-അശ്അരി. ആരാ പറയുന്നറിയോ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. യാ അബൂ മൂസ അൽ-അശ്അരി, നിങ്ങൾ ചെയ്യുന്ന അമലൊക്കെ എത്ര നിസ്സാരമാണെന്ന് മനസ്സിലാക്കാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെ നമ്മൾ എന്തൊക്കെ മജ്ലിസിനുള്ളിൽ ഇരിക്കാൻ യാസീനോദാൻ പോവാൻ, യാ അല്ലാഹ് ഞാൻ ഒരുപാട് ഇബാദത്ത് ചെയ്തു, അങ്ങനെയൊന്നും പറയാനായിട്ടില്ല. നമ്മുടെ ഇബാദത്തിന്റെ വില എത്രയാണെന്നറിയാൻ ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കുക അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു. എന്താണെന്നറിയോ? ഫതഫക്കർ ഫീമാ അൻഅമ അല്ലാഹു അലൈക. അല്ലാഹു നിങ്ങൾക്ക് തന്ന നിഅമത്ത് എത്ര ഉണ്ടെന്ന് ആലോചിക്കുക ആദ്യം. അല്ലാഹു നിങ്ങൾക്ക് തന്ന നിഅമത്ത്, കണ്ണ്, കാത്, നമ്മളൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, ഈ ഇരിക്കണേ നമ്മുടെ ബാക്ക് ബോൺ, ബാക്ക് പെയിൻ ഇല്ലാതെ ഇരിക്കാൻ. ഒരു നടുവേദന വന്നാൽ ഇരിക്കാൻ പറ്റുമോ? കാലിന്റെ മുട്ടിന് വേദന വന്നാൽ കഴിയോ ഈ ഇരുത്തം? നമുക്ക് നടന്നു വരാൻ പറ്റുന്നുണ്ട്. കാലിന്റെ വിരലും കാലിന്റെ മസിലുകളും കാലിലേക്ക് പോകുന്ന നെർവ്സ് എല്ലാം ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നില്ലേ? നമ്മുടെ തലച്ചോർ എല്ലാം. യാ അല്ലാഹ്, അല്ലാഹു ചെയ്ത നിഅമത്ത് ഇങ്ങനെ ഓർത്തു നോക്കി. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് സുബ്ഹാനായ അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു അൻഹു പറയാ, ഉമർ റളിയല്ലാഹു തആല അൻഹു അതിങ്ങനെ ആലോചിക്കുന്ന അല്ലാഹു ചെയ്ത നിഅമത്തുകൾ. പിന്നെ നമ്മുടെ മുൻഗാമികളൊക്കെ ചെയ്ത ഇബാദത്തും ആലോചിക്കും. സുബ്ഹാനല്ലാഹ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു 90 വയസ്സായപ്പോഴും നിന്ന് നിസ്കരിച്ചതും, ഉറക്കം വന്നപ്പോൾ കണ്ണ് വെള്ളത്തിൽ തടവിയിട്ട് മുഖം കഴുകി പിന്നെ 2 റക്അത്ത് നിസ്കരിച്ചതും, പിന്നെയും 2 റക്അത്ത് അങ്ങനെ നിസ്കരിച്ച മുൻഗാമികളുടെ ഇബാദത്തും അല്ലാഹു തന്ന നിഅമത്തും, ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ മനസ്സിലാവും ഞാനിപ്പോൾ എത്രയാ ചെയ്തത്. നമ്മൾ ചെയ്യുന്ന ഒന്നുമല്ല എന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, വഖദ്റ ഉഖൂബതിഹി ഫിദ്ദുനൂബി, തിന്മ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയും മനസ്സിലാക്കണം. അല്ലാഹുവിന്റെ ശിക്ഷയും മനസ്സിലാക്കണം. എന്നിട്ട് പറയാണ്, ഇന്നമാ ഫഅലല്ലാഹു ബിആദം അല്ലദീ ഫഅൽ, അല്ലാഹു ആദം നബി അലൈഹിസ്സലാമിനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടതും അവരുടുത്തിരുന്ന വസ്ത്രം അഴിഞ്ഞു പോയതും സ്വർഗത്തിന്റെ ചെടികളെടുത്ത് മറപിടിച്ച് നാണം മറക്കാൻ ഓടി നടന്നതും നമ്മുടെ വല്ലിപ്പ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടുപേരും ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു ഭൂമിയിലേക്ക് അവനവന്റെ അന്നം സ്വന്തമായി തേടിപ്പിടിക്കാൻ അല്ലാഹു ആജ്ഞാപിച്ചതും ഒരു പഴം തിന്നതിന്റെ പേരിലാണ്. റളിയല്ലാഹു അൻഹു ഓർപ്പെടുത്തി കൊടുക്കും, ഒരൊറ്റ പഴം. ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഒരു നിയമത്തെ ലംഘിച്ചു എന്ന് ഖുർആൻ പറയാൻ കാരണം എന്തേ? ഒരൊറ്റ പഴം തന്നത്, ഒരു പഴം തന്നത്. ഇബ്ലീസുൽ ലഈനിനെ മൽഊൻ, ശപിക്കപ്പെട്ടവനായിട്ട് അല്ലാഹു മാറ്റിയത് ഒരു സുജൂദ്, ഒരൊറ്റ സുജൂദ് ആദം നബിക്ക് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്നെ കൊണ്ടാവില്ല പടച്ചവനെ എന്ന ഒരു സുജൂദ് നിരസിച്ചതിന്റെ പേരിലാണ് പിശാചിനെ ശപിച്ചിട്ട് അല്ലാഹു പറഞ്ഞു വിട്ടത്. ഒരു സുജൂദ്. എത്ര നിസ്കാരം കളാക്കിയിട്ടുണ്ടാവും, എത്ര നിസ്കാരം നിസ്കരിക്കാത്തതുണ്ടാവും. ഒരു സുജൂദ്, അല്ലാഹുവിന് അർഹതപ്പെട്ട ഒരു സുജൂദ് ചെയ്യാത്തതിന്റെ പേരിലാണ് പിശാചിന് ഇതൊക്കെ ലഭിച്ചത്. ജൂതന്മാർ അല്ലാഹു ശപിച്ചിട്ടുണ്ട്. വജഅല മിൻഹും ഖനാസീറ ഖിറദതൻ വഖനാസീർ, അവരിന്ന് കുരങ്ങന്മാരെയും പന്നികളുടെ രൂപത്തിലും മനുഷ്യക്കോലങ്ങളെ മൃഗങ്ങളാക്കി അല്ലാഹു മാറ്റിയത്
ശനിയാഴ്ച ദിവസം കുറച്ച് മീൻ പിടിക്കാൻ പോയതിന്റെ പേരിലാണ്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്ന തിന്മയുടെ ഗുരുതരമായ അവസ്ഥയും നമ്മൾ ചെയ്യുന്ന നന്മകളൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാവുക. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? മഹാനായ അഷ്റഫുൽ ഖൽഖിന്റെ സ്വഹാബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആരോട്? സ്വഹാബിയായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെ നമ്മൾ ആലോചിക്കണം കേട്ടോ. ആദം നബിക്ക് ഒരൊറ്റ പഴത്തിന്റെ പേരില്ല ഇബ്ലീസിനെ പറഞ്ഞു വിട്ടതേ, ഒരു സുജൂദ് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞതിന്റെ പേരില്ല. ജൂതന്മാരെ മുഴുവനും പന്നികളും അതുപോലെ തന്നെ കുരങ്ങുകളാക്കി 40 വർഷം തീഹിലും അല്ലാഹു തആല 40 കൊല്ലം നാട് അറിയാതെ വഴി അറിയാതെ അവരെ വട്ടം കറങ്ങിയിട്ടുണ്ട്. കാരണം എന്തെന്നറിയോ? ശനിയാഴ്ച മീൻ പിടിക്കാൻ പോരുതെന്ന് പറഞ്ഞിട്ട് മീൻ പിടിക്കാൻ പോയ ആൾക്കാരാണ്. കുറച്ച് മീൻ പിടിച്ചതിന്റെ പേരിലാണ് ഇങ്ങനെയൊക്കെ റബ്ബ് ശിക്ഷിക്കാൻ കഴിയുന്നവനാണ്. ഇതുകൂടെ മുഅ്മിൻ ഓർക്കണം, നമ്മൾ ഓർക്കണം. ഇതൊക്കെ തിന്മകൾ നിസ്സാരമായി കാണരുത്. അനസ് റളിയല്ലാഹു അൻഹു പറയാ, നിങ്ങളൊക്കെ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഞങ്ങൾ വൻ പാപങ്ങളെന്നാ വിചാരിച്ച്. അതിപ്പോ എല്ലാ ആൾക്കാരും ചെയ്യുന്നില്ലേ, ഞാൻ മാത്രമല്ലല്ലോ. സ്വഹാബികൾ അത് ഗൗരവത്തിലാ കണ്ടിരുന്നത്. വതഹ്സബൂനഹു ഹയ്യിനൻ വഹുവ ഇൻദല്ലാഹി അദീം. അല്ലാഹു തആല ഒരുപാട് അവസരം തരാണ്. അല്ലാഹു തആല നമുക്ക് അവസരം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാവണം, തിന്മയുടെ പിന്നാലെ പോയിട്ടൊന്നും നമുക്ക് സമാധാനം കിട്ടൂല കേട്ടോ. നന്നാവാൻ വഴിയുണ്ട്, ഒരുപാട് വഴിയുണ്ട്. മഹാനായ ഫളീൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു ബഹുമാനപ്പെട്ടവർ മോഷ്ടിച്ചിറങ്ങണ നേരത്ത് ഒരാൾ ഒരു ആയത്ത് ഓതിയതാ, അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ് وما نزل من الحق ولا يكونوا كالذين أوتوا الكتاب من قبل فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون. കൊള്ളക്കാരനായിരുന്നു ഫളീൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു. വലിയ മഹാനാണ്. സമയമായിട്ടില്ലേ, നന്നാവാൻ നേരായിട്ടില്ലേ എന്നൊരൊറ്റ ചോദ്യം ചോദിച്ചതാ. നേരമായി. അങ്ങനെ മടങ്ങിയ ആളാണ് ഫളീൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല അൻഹു. മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു വാപ്പ ഇറാനിന്റെ രാജാവായിരുന്നു. ബഹുമാനപ്പെട്ടവരോട് ഒരാൾ വന്നൊരിക്കൽ ചോദിച്ചതാ, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾക്ക് വെറുതെ പടച്ചാ വിചാരിക്കുന്നുണ്ടോ? തിരിച്ചു പോരണ്ടേ, അല്ലാഹുവിലേക്ക് തിരിച്ചു പോരണ്ടേ? ഇതൊന്നും ഓർമ്മയില്ലേ എന്ന് ചോദിച്ചപ്പോഴാ അല്ലാഹ് നേരായിട്ടുണ്ടല്ലോ. സർവ്വ ആസ്വാദനങ്ങളും ആസ്വദിച്ച് ജീവിച്ച ഒരവസ്ഥയിൽ നിന്ന് ചെറുപ്പക്കാരനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ വലിയ ആരിഫായിട്ട് മാറുക. തിന്മ ചെയ്ത് നിരാശപ്പെടല്ലേ. അള്ളാഹുവിന്റെ വിലായത്തെ ഒരു വലിയാവാനുള്ള ഒരു കപ്പാസിറ്റിയിലേക്ക് വരെ അള്ളാഹുവിനെ ഉയർത്താൻ പറ്റും. തിന്മ ചെയ്തവർ ഒരുപാട് ആളുകൾ തൗബ ചെയ്ത് മടങ്ങിയിട്ടുണ്ട്, വലിയ മഹാന്മാരായിട്ടുണ്ട്. ഫളീൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു അങ്ങനെ. മഹാനായ ഇമാം അൽ ഖഅനബി ബഹുമാനപ്പെട്ടവര് ഹദീസ് പണ്ഡിതനായ ഇമാം ഖഅനബി തങ്ങൾ കള്ളുടിയനായിരുന്നു, ഭയങ്കര കള്ളുകൂടിയായിരുന്നു ജീവിതത്തിൽ. അങ്ങനെ ഒരിക്കൽ ഹദീസ് പണ്ഡിതൻ മഹാനായ ശുഅബ തങ്ങൾ വന്നപ്പോ ആൾക്കാരൊക്കെ എഴുന്നേറ്റ് ബഹുമാനിക്കുന്നത്, ആരാ ശുഅബ എന്ന് ചോദിച്ചു. മുഹദ്ദിസാണ്, ഹദീസ് പണ്ഡിതനാണ്. യാ അല്ലാഹ്, ശുഅബത്ത് ഇബ്നു ഹജ്ജാജ് റളിയല്ലാഹു അൻഹു ഇമാമുൽ മുഹദ്ദിസ്, ഹദീസ് പണ്ഡിതനായ എനിക്ക് കുറച്ച് ഹദീസ്, ഇവനെ കള്ളുടിച്ചിരിക്കുന്ന അവസ്ഥയില്ല, എനിക്ക് കുറച്ച് ഹദീസ് കേൾക്കണം. കത്തി പിടിച്ചിട്ട് ചെന്നു ഒരു ഹദീസ് പറഞ്ഞു, ഈ കള്ളുടിച്ചത് എന്നോട് ഞാൻ എന്ത് ഹദീസാ പറയേണ്ടത്? പറഞ്ഞില്ല, ഞങ്ങൾ കൊല്ലുന്നു പറഞ്ഞു. ഉടനെ പറഞ്ഞു കൊടുത്തു ബഹുമാനപ്പെട്ടവർ, ഹദ്ദസനാ മൻസൂർ അൻ ജിബ്ഈൻ അൻ അബി മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് നാണമില്ലെങ്കിൽ നീ ഒക്കെ ചെയ്തോ, നിനക്ക് പറ്റും. നാണമില്ലാത്തവൻ എന്തും ചെയ്യാൻ പറ്റും എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ഒരൊറ്റ ഹദീസ് കേട്ടപ്പോഴാ മഹാനായ ഖഅനബി തങ്ങൾ, യാ അല്ലാഹ്, എന്നെ പറ്റിയാണല്ലേ ഈ പറയുന്നത്. അങ്ങനെ നന്നായി വലിയ ആലിമും ഹദീസ് പണ്ഡിതനുമായിട്ട് മാറിയിട്ടുണ്ട്. നന്നാവാൻ അവസരം അള്ളാഹുവിനെയും ബാക്കി വെച്ചിരിക്കും. ഒരുപാട് കഥകളുണ്ട് അങ്ങനെ. അപ്പോ അള്ളാഹുവിലേക്ക് അടുത്താൽ എന്താണെന്നറിയോ, ചില നേരത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ശുദ്ധി വരുന്ന നേരം ഉണ്ടാവും. ചില വേളൊക്കെ കേട്ടു, ചില നേരത്താണ് കേൾക്കുമ്പോൾ അപ്പം കൊണ്ട് സ്ട്രൈക്ക് ചെയ്യുന്നു. ചില നേരത്ത് അങ്ങനെ കുറെ
കേട്ടിട്ടുണ്ടല്ലോ, ഒന്നും അനക്കുണ്ടായിട്ടില്ല. ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു ചെറിയ അല്ലാഹു തആല ഒരു സിദ്ഖ്, നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുള്ള ശുദ്ധത അല്ലാഹുവിനെ അറിയുകയും ആ റബ്ബ് തആല നമ്മുടെ ഹൃദയത്തിലേക്ക് ഈമാൻ കടത്തിവിടാനുള്ള പാകതയുള്ള ഒരു സമയം ഒത്തുവന്നാൽ അൽഹംദുലില്ലാഹ് അങ്ങോട്ട് റെഡിയാവും. ഒരൊറ്റ ഹദീസ് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് ഫിതനകൾ ഒരുപാട് കാണേണ്ടി വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹീഹ് മുസ്ലിം. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്, ഹൃദയങ്ങളിലേക്ക് തിന്മകൾ ഇങ്ങനെ അടിച്ചു കയറി വരും. നമ്മൾ ജോലി ചെയ്യുന്ന ലോകം അങ്ങനെയാണ്, നമ്മുടെ നാടങ്ങനെയാണ്, നാടുകൾ ലോകം മുഴുവൻ അങ്ങനെ. എവിടെ ചെന്നാലാ കണ്ണ് ചിമ്മി നടക്കാൻ പറ്റുന്ന കാലമേതാ? ഒന്നുമില്ല. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്, ഹൃദയങ്ങളിലേക്ക് ഫിത്നകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അന്ത്യനാളിനോട് അടുക്കുമ്പോ കൽ ഹസീർ, പായ പോലെ, ഊദൻ ഊദ, പായയുടെ ഓരോന്ന് ചേർത്ത് വെച്ച് അടുക്കടുക്കി വെച്ച് പായ ഉണ്ടാക്കണ പോലെ ഒന്ന് കഴിഞ്ഞാലൊന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്, അത് കഴിഞ്ഞാൽ മറ്റൊന്ന്, ഇങ്ങനെ തിന്മകൾ നിരന്തരമായി കേൾക്കുന്ന അവസ്ഥ വരും. ഏതെങ്കിലും ഒരു ഹൃദയം ഉശ്രിബഹ, ആ ഹൃദയത്തിലേക്ക് തിന്മയെ കുടിപ്പിക്കപ്പെട്ടാൽ, കുടിപ്പിക്കപ്പെടുന്ന പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടപ്പെടുക, ആര് പറഞ്ഞാലും പിന്മാറാത്തൊരവസ്ഥ വരിക. അതിനാണ് ഷുർബ് വ ഉശ്രിബു ഫീ ഖുലൂബിഹിം മിൻ അജൽ. അങ്ങനെ വന്നാൽ നുക്ത ഫീഹി നുക്തത്തുൻ സൗദാ, കറുത്തൊരു പാട് വരും. ഒരു തിന്മ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര എനിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്, മനസ്സിലാക്കിക്കോ. ഓരോ നേരം നീ കേൾക്കുമ്പോഴും ഓരോ സെക്കൻഡിലും നിന്റെ ഹൃദയത്തിലേക്ക് കറുത്ത പാടുകൾ ഇങ്ങനെ വന്നിട്ട് ആ ഹൃദയം കൽ ഖൂഖി മുജഖിയ, കറുത്തിരണ്ട കലം പോലെ മാറുന്നു. ഇതെനിക്ക് പറ്റില്ലാത്തതാണ്, ഇതെനിക്ക് പാടില്ലാത്തതാണെന്ന് പറഞ്ഞൊരു തിന്മയെ നമ്മൾ പ്രതിരോധിച്ചാൽ ഒരു നല്ല വെളുത്ത ഒരു ഡോട്ട്, ഒരു പുള്ളി ആ ഹൃദയത്തിലേക്ക് വീഴും. എങ്ങനെ? അങ്ങനെ ആ വെളുത്ത പുള്ളികൾ വീണ് 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 ഹൃദയം അബ്യദു മിസ്ലു സഫാ, നല്ല ഹിമകണങ്ങളെ പോലെ, മഞ്ഞുകണങ്ങളെ പോലെ വെളുത്ത ഒരു ഹൃദയമായിട്ട് മാറും. ഇപ്പുറത്ത് കറുത്തൊരു ഹൃദയം. അതുകൊണ്ട് തിന്മയെ ഖൽബ് കൊണ്ട് വെറുക്കണം, നന്മയെ ഖൽബ് കൊണ്ട് സ്നേഹിക്കുക വേണം. ഇത് നമ്മുടെ മനസ്സമാധാനത്തിനും അല്ലാഹുമായുള്ള നമ്മുടെ റൂഹിന്റെ ബന്ധത്തിനും അത്യന്താപേക്ഷിതമാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. ألف أنت للهداة وباء سيد الخلق جندك الأنبياء. അല്ലാഹുവേ, ഈ തിന്മയുടെ കുത്തൊഴുക്കിനുള്ളിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നു. റബ്ബനാ, അല്ലാഹുവേ, ഹബ് ലനാ മിൻ അസ്വാജിനാ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഭാര്യയിലും, വദുർരിയാതിനാ, ഞങ്ങളുടെ മക്കളിലും ഞങ്ങളുടെ ഇണകളിലും നീ തരേണമേ, ഖുർറതഅയുനിൻ, കണ്ണിന്റെ കുളിർമ തരേണമേ, വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ, മുത്തഖീങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ പറ്റുന്നവരാക്കി ഞങ്ങളെ മാറ്റിത്തരേണമേ. حلمك الحلم طبعك الإرضاء أحمد الفعل. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് ഇതേ സത്യവിശ്വാസികൾ റോമിലൂടെ കടന്നു പോകുമ്പോ അവർ ചോദിച്ചു, ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പഴയ ഇബ്നു അബ്ദുറഹ്മാൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇവിടെയുണ്ടോ? അവർ പറഞ്ഞുണ്ട്. അയാളൊന്ന് വിളിക്കിൻ. ഇപ്പോൾ ക്രിസ്ത്യാനിയെ കല്യാണം കഴിച്ച് അവരുടെ കൂടെ ജീവിക്കുകയാണ്, ഇസ്ലാം ഉപേക്ഷിച്ചിട്ട്. അങ്ങനെ ജനവാതിലിലൂടെ മേലെ തട്ടിൽ നിന്ന് താഴേക്ക് നോക്കിയിട്ട് തൻ്റെ കൂട്ടുകാർ കാണുമ്പോൾ ചോദിച്ചു, ഇബ്ന അബ്ദുറഹ്മാൻ, മാ ഫഅല സ്വലാതുക വ ഖുർആനുക, നിന്റെ ഖുർആനും നിന്റെ നിസ്കാരമൊക്കെ എവിടെ പോയി അബ്ദുറഹ്മാൻ? ഇബ്ന അബ്ദുറഹ്മാൻ ഖുർആൻ പഠിച്ച ആളായിരുന്നു. മറുപടി എന്താ പറഞ്ഞെന്നറിയോ? ഉൻസിതുഹാ, ഞാനത് മറന്നുപോയി, ഒന്നും ഓർമ്മല്ല, ഖുർആനെല്ലാം മറന്നുപോയി. ഒരായത്തെനിക്ക് ഓർമ്മയുണ്ട്, അത് മാത്രം. റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ, അത് മാത്രം ഓർമ്മയുണ്ട്, ബാക്കിയൊക്കെ ഞാൻ മറന്നിട്ടുണ്ട് ഖുർആൻ. അത് ഖുർആനിന്റെ മറ്റൊരത്ഭുതമാണ്. محمد اسم تتسامى باسمك الأسماء جئت والناس في ضلال. നിന്റെ കണ്ണുകൊണ്ട് ചെയ്തു കൂട്ടിയ തെറ്റുകൾ എത്രയാണ്?
നിന്റെ മനസ്സുകൊണ്ട് ചിന്തിച്ച തെറ്റുകൾ എത്രയാണ്? ഈ തെറ്റുകളൊക്കെ പൊറുപ്പിക്കാനായിട്ടുണ്ടോ നിന്റെ 5 നേരത്തെ നിസ്കാരം? ആലോചിച്ചു നോക്കിൻ. മിനിങ്ങൾ കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും. മുഅ്മിനീങ്ങളോട് കണ്ണു ചിമ്മാൻ പറഞ്ഞു അല്ലാഹു. ആണും പെണ്ണും കണ്ണു ചിമ്മിക്കോ. അന്യ ആളുകളെ കാണേണ്ടി വരുമ്പോ കണ്ണു ചിമ്മിക്കോ. അതാ നമ്മൾ പറഞ്ഞത് 30 വർഷമായി മഹാനായ ഹാത്തമുൽ അസമിന്റെ വീട്ടിലേക്ക് പോയ ശഖീഖുൽ ബൽഖി 30 കൊല്ലമായി അറിഞ്ഞിട്ടില്ല വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ആണായിരുന്നോ പെണ്ണായിരുന്നോ എന്ന്. പക്ഷെ ഒരു ശിഷ്യനാ പറഞ്ഞത്, പെണ്ണുങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ശരിയായില്ല.